नजदीक जैसे फरिश्ते नहीं नजर आते, शैतान भी नजर नहीं आता, लेकिन वो काम करता रहता है। यहाँ भी बैठा है, देखो आओ नजदीक। നമുക്ക് മലക്കുകളെ കാണാത്തതുപോലെ ശൈത്താനെയും കാണാൻ സാധിക്കില്ല. जैसे दांत में ले लो आपका आवाज. जैसे दांत के दरमियान जगह होती है तो गोश्त अटक जाता है. ഏതുപോലെ പല്ലിന്റെ ഇടയിൽ സ്ഥലങ്ങൾ വരുന്ന സമയത്ത് ഇറച്ചി കുടുങ്ങും അതില്. तो फिर वो गोश्त खामोश नहीं बैठता, वो सड़ता है. प्यूट्रिफैक्शन सेट्स इन. പിന്നെ ആ ഇറച്ചി വെറുതെ ഇരിക്കൂല, അതെന്താവും ചെയ്യാൻ തുടങ്ങും, അല്ലെങ്കിൽ അത് അഴുക്കുകൾ ഉണ്ടാക്കും. आजू बाजू के दांतों को खराब करता है. പിന്നെ അടുത്തുള്ള പല്ലുകൾ അത് ചീത്തയാക്കും. हाँ, वो उसका सड़ना आजू बाजू के दांतों को यूजलेस बना देता है. അത് ചീത്തയാകുന്നത് തൊട്ടടുത്തുള്ള പല്ലുകളെ എന്താക്കും, അത് യൂസ്ലെസ് ആക്കി കളയും, ഉപയോഗശൂന്യമാക്കി കളയും. ऐसे ही शैतान जब बैठ जाता है तो खामोश नहीं बैठता. അതുകൊണ്ട് ശൈത്താൻ ഇരിക്കുന്ന സമയത്ത് സാധാരണ വെറുതെ ഇരിക്കൂല, അനങ്ങാതിരിക്കൂല. वो सब हमारा बड़ा दुश्मन है. ശൈത്താൻ നമ്മുടെ വലിയ ശത്രുവാണ്. उसको इंसान से बड़ी दुश्मनी है. ശൈത്താന് മനുഷ്യനോട് വലിയ ശത്രുതയാണ്. आदम अलैहिस्सलाम और उनकी प्रोजेनी से वो बड़ी नफरत करता है. ആദം അലൈഹിസ്സലാമിനോടും ആദം അലൈഹിസ്സലാമിന്റെ പരമ്പരയോടും വലിയ വെറുപ്പാണ് ശൈത്താന്. जाहिर बात है, आदम अलैहिस्सलाम की वजह से अल्लाह ने उसे जन्नत से निकाल दिया. കാരണം എന്താണ്? ആദം അലൈഹിസ്സലാം കാരണമായിട്ടാണ് അദ്ദേഹത്തിന് സ്വർഗ്ഗത്തിന് പുറത്തേക്ക് വരേണ്ടി വന്നത്. कोई कंपनी किसी आदमी की वजह से उसको जॉब से निकाल दे, सीनियर को, तो कितना गुस्सा आएगा उसको. ഇപ്പൊ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ഒരു സീനിയർ ഒരാള് കാരണമായിട്ട് കമ്പനിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട് കഴിഞ്ഞാൽ അയാൾക്ക് എത്ര ദേഷ്യം ഉണ്ടാവും. एक जूनियर की वजह से सीनियर को कंपनी ने जॉब से निकाल दिया. ഒരു ജൂനിയർ കാരണമായി സീനിയർ എന്തായി, കമ്പനിയിലെ ജോലി നഷ്ടപ്പെട്ട്. सिर्फ जॉब से नहीं निकाला, परमानेंटली डिसऑनर और डिसग्रेस कर दिया. ജോലി പോയിന്ന് മാത്രമല്ല, അയാളെ കാലാകാലത്തേക്ക് അയാൾ എന്താക്കി, ആ ജോലിയിൽ നിന്ന് ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ അയാളെ കീഴാക്കി കളഞ്ഞു, जलील कर दिया. അയാളെ നിന്ദനാക്കി കളഞ്ഞു. तो बोलो कितना गुस्सा होगा. അപ്പൊ എത്ര ദേഷ്യം ഉണ്ടാവും അയാൾക്ക്. तो आदम अलैहिस्सलाम की वजह से शैतान को जन्नत से निकाला. ആദം അലൈഹിസ്സലാം കാരണമായിട്ടാണ് ശൈത്താനിന് പുറത്തു പോണ്ടി വന്നത് സ്വർഗ്ഗത്തിൽ നിന്ന്. उसको बड़ा हेट्रेड है इंसान से. അതുകൊണ്ട് ശൈത്താന് മനുഷ്യനോട് വലിയ ദേഷ്യമാണ്, ശത്രുതയാണ്. तो वो हमारा दुश्मन है. അപ്പൊ ശൈത്താൻ നമ്മളുടെ ശത്രുവാണ്. तो उसको बाजू बिठाएंगे तो क्या होगा बोलो. അപ്പൊ നമ്മള് ശത്രുവിനെ അടുത്തിരുത്തിയാൽ എന്താ സംഭവിക്കുക? तो वो हमको बर्बाद कर देगा. നമ്മൾ എന്താക്കും, നമ്മളെ തോൽപ്പിച്ച് കളയും, നഷ്ടപ്പെടുത്തി കളയും. तो उसका काम है ईमान की बातों में शक पैदा करना. ശൈത്താന്റെ ജോലിയാണ് ഈമാന്റെ കാര്യങ്ങളിൽ നമുക്ക് സംശയം ഉണ്ടാക്കുക, ഷക്ക് ഉണ്ടാക്കുക. हाँ, ईमान की बातों को यकीन के साथ सुनना. बोलो सुनेंगे इंशाल्लाह. ഈമാന്റെ കാര്യങ്ങൾ ഉറപ്പോടുകൂടി ദൃഢനിശ്ചയത്തോടുകൂടി കേൾക്കണം. തയ്യാറാണോ എല്ലാവരും കേൾക്കാൻ വേണ്ടി? ये तबलीग की पूरी मेहनत का खुलासा यकीन का बनाना. ഈ തബ്ലീഗിന്റെ പരിശ്രമത്തിന്റെ മുഴുവൻ ചുരുക്കം എന്താണ്? നമ്മുടെ ഹൃദയത്തിൽ യഖീൻ ഉണ്ടാക്കി തീർക്കലാണ്. यकीन सही हो जाए. യഖീൻ ശരിയായി തീരാ. बोलो कौन पालते हैं. ആരാണ് നമ്മളെ പരിപാലിക്കുന്നത്? പറയും, ആരാണ്? അല്ലാഹ്. कौन हिफाजत करते हैं. ആരാണ് നമ്മളെ സംരക്ഷിക്കുന്നത്? कौन रोजी देते हैं. ആരാണ് നമ്മൾക്ക് റിസ്ക് നൽകുന്നത്? ये सब जुबान में है, ഇതെല്ലാം നാവിലാണ്. ये दिल में उतर जाए. ഇത് ഹൃദയത്തിലേക്ക് ഇറങ്ങണം. तबलीग की पूरी मेहनत का खुलासा है. തബ്ലീഗിന്റെ പരിശ്രമത്തിന്റെ പൂർണ്ണത. जुबान अलग हो दिल अलग हो ऐसा नहीं. നാവ് വേറെ ഹൃദയം വേറെ, ഇതാവാൻ പാടില്ല. ये जुबान वो भी बोलती है जो दिल में है, और जुबान वो भी बोलती है जो दिल में नहीं है. സഹോദരന്മാരെ, നാവ് ഹൃദയത്തിൽ ഉള്ള കാര്യങ്ങളും പറയും, ഹൃദയത്തിൽ ഇല്ലാത്ത കാര്യങ്ങളും പറയും. हाँ, जुबान का कोई एतबार नहीं है. ഒരു മനുഷ്യന് നാവിന്റെ മോൾ ഒരിക്കലും ആശ്രയിക്കാൻ സാധിക്കില്ല. दिल का एतबार है. അവന്റെ ഹൃദയത്തിന്റെ മോൾ ആശ്രയിക്കാൻ സാധിക്കും. दिल क्या, दिल के अंदर क्या है. ഹൃദയത്തിന്റെ ഉള്ളിൽ എന്താണ്? घर में बैठे हैं, വീട്ടിലിരിക്കുകയാണ്, बेहतरीन खाना बनाई है बीवी, നല്ല ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട് ഭാര്യ. रात के 10 बजे हैं, രാത്രി 10 മണിയാണ്, भूख बहुत लगी है, നല്ല ശക്തമായ വിശപ്പ്, पेट भर के खा के अब सोना चाहते हैं मजे में. അപ്പൊ നല്ലോണം വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് കിടക്കാൻ വേണ്ടി പോവാണ്. दस्तरखान रेडी है, അതാണ് നമ്മൾക്ക് കഴിക്കാനുള്ള സൂപ്പർ റെഡിയാണ്. दरवाजे पर किसी ने दस्तक दिया. ഒരാള് വന്നിട്ട് വാതിലിന്റെ മുകളിൽ കൊട്ടി. गुस्सा आता है, हु इज दिस फेलो एट दिस पॉइंट ऑफ टाइम.
ये कोई आने का वक्त है? ദേഷ്യം ഈ സമയത്ത് ആരാണ് വന്നത്, എന്ത് വരുത്താണ് അയാൾ വന്നത് എന്ന് പറയും. रात के 10 बजे कोई आता है घर को? 10 മണിക്ക് ആരെങ്കിലും വീട്ടിൽ വരുമോ? कैसा कमबख्त है? എങ്ങനത്തെ ആളാണിത്? अब जाके गुस्से में और बेजारगी में जाके आदमी दरवाजा खोलता है. അപ്പൊ ആ സമയത്ത് ദേഷ്യത്തോടുകൂടി ബേജാറിന്റെ അവസ്ഥയിൽ പോയിട്ട് ഡോറ് തുറന്ന് देखे तो एक आदमी पुराना पहचान का कोई आया है. അപ്പൊ ആരാണ് നോക്കിയ സമയത്ത് പഴയ പരിചയമുള്ള ഒരാളാണ്. ओ अस्सलाम वालेकुम, खैरियत, अल्हम्दुलिल्लाह, बहुत खुशी हुई आप आए. അപ്പൊ ആ സമയത്ത് അസ്സലാമു അലൈക്കും, ഖൈരിയത്ത്, സുഖം തന്നെയല്ലേ എന്ന് പറഞ്ഞത്, നിങ്ങൾ വന്നത് ഭയങ്കര സന്തോഷമായി എന്ന് പറഞ്ഞു. बोलो खुशी हुई कि परेशानी हुई? സത്യത്തിൽ പറയുന്നത് സന്തോഷാണോ അയാൾക്ക് ബേജാറാണോ ഉണ്ടായത്? गुस्सा आया कि खुशी हुई? ദേഷ്യാണോ സന്തോഷമാണോ ഉണ്ടായത്? तो जुबान में एक है നാവിൽ ഒന്നാണ്, और दिल में एक है. ഹൃദയത്തിൽ വേറൊന്നാണ്. ये जुबान में जो है वो दिल में आ जाए, दिल में जो आना चाहिए वो जुबान में आ जाए. यही तबलीग की मेहनत है. നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള കാര്യം എന്താണ്, അത് നാവിന്റെ പുറത്തേക്ക് വരും. ഇതാണ് തബ്ലീഗിന്റെ പരിശ്രമത്തിന്റെ और ലക്ഷ്യം. शैतान की मेहनत है शक पैदा करना. അപ്പൊ ശൈത്താന്റെ പരിശ്രമമാണ് മനുഷ്യന്റെ ഹൃദയത്തിൽ ശക്ക് ഉണ്ടാക്കും. तो हमारी मेहनत है यकीन पैदा करना. അതുകൊണ്ട് നമ്മുടെ പരിശ്രമം എന്താണ്? യഖീൻ, ഹൃദയത്തിൽ ഉറപ്പുണ്ടാക്കൽ. नबियों की मेहनत है यकीन पैदा करना. നബിമാരുടെ പരിശ്രമവും യഖീൻ ഉണ്ടാക്കലാണ്. अल्लाह हम सबको इस यकीन की मेहनत में लगने की तौफीक अता फरमाए. അള്ളാഹു സുബ്ഹാനഹു നമുക്ക് എല്ലാവർക്കും ഈ യഖീനിന്റെ പരിശ്രമത്തിൽ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. तो मैं अर्ज ये कर रहा था कि कुरान अल्लाह का कलाम भी है और अल्लाह की किताब भी है. ഇവിടെ ഞാൻ പറയുന്നത് എന്താണ്, ഖുർആൻ എന്താണ്? അള്ളാഹുവിന്റെ കിതാബുമാണ്, അതേപോലെ തന്നെ അള്ളാഹുവിന്റെ വചനങ്ങളാണ്, കലാമുമാണ്. अल्लाह बात कर रहे हैं. അള്ളാഹു നമ്മോട് സംസാരിക്കുകയാണ്. किनसे बात कर रहे हैं? ആരോടാണ് സംസാരിക്കുന്നത്? Who are the first addressees of Quran? ഖുർആൻ ആദ്യം സംസാരിച്ചത് ആരോടാണ്? अल्लाह का मैसेज किसके लिए है? അള്ളാഹുവിന്റെ സന്ദേശം ആർക്ക് വേണ്ടിയാണ്? किसके लिए है? ആർക്ക് വേണ്ടിയാണ്? പറയും. അള്ളാഹിന്റെ സന്ദേശം ആദ്യം ആർക്ക് വേണ്ടിയാണ്? ആർക്ക് വേണ്ടി? ഉമ്മത്ത്, सारे इंसानों के लिए. അള്ളാഹുവിന്റെ സന്ദേശം മുഴുവൻ മനുഷ്യരാശിക്കും വേണ്ടിയാണ്. हुजूर की जुबान से अल्लाह बोल रहे हैं. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാവിൽ കൂടി അള്ളാഹുവാണ് സംസാരിക്കുന്നത്. कुल हुवल्लाहु अहद. से किसको कह रहे हैं? से अल्लाह एक है. ഖുൽ ഹുവല്ലാഹു അഹദ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നബികളോട് പറയാണ്, തങ്ങളെ പറയിൻ. ആരോട് പറയണം? മനുഷ്യരോട് പറയണം. तो इंसानों से अल्लाह बात कर रहे हैं. അതുകൊണ്ട് മനുഷ്യരോടാണ് അള്ളാഹു തആല तो സംസാരിക്കുന്നത്. अल्लाह के सब्जेक्ट्स क्या हैं? അള്ളാഹുവിന്റെ വിഷയങ്ങൾ, സംസാരിക്കുന്ന വിഷയം എന്താ? ഒന്ന് അടുത്ത് വരിക. കുറെ ആൾക്കാർ ഇനി പുറത്തുണ്ട്. നമ്മളൊന്ന് സ്ഥലം ഉണ്ടാക്കി കൊടുത്ത കുറച്ച് മുന്നിലുള്ള സ്ഥലങ്ങളൊന്ന് इधर भेज दें, इधर भेज दें. ഒന്ന് ആരെങ്കിലും മുന്നിൽ സ്ഥലം ഒന്ന് പൂർത്തിയായിക്കോ. ഒന്ന് കുറച്ചടുത്ത് ഇരുന്ന് भाई इलियास, ये दरवाजा बंद करो, उधर से भेजो. हाँ, और करीब आ जाओ. जरी गर्मी होगी लेकिन नफा ज्यादा होगा इंशाअल्लाह. നല്ല ചൂടെടുക്കും, പക്ഷെ പ്രതിഫലം കൂടുതലായിരിക്കും. दीन की मजलिस में आने वाले के लिए जो जगह बनाता है, अल्लाह ताला जन्नत में उसके लिए जगह बनाते हैं. ദീനിന്റെ മജ്ലിസിൽ വരുന്നവർക്ക് സ്ഥലം ഉണ്ടാക്കുന്നവർ, അവർക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ സ്ഥലം ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. बनाएंगे जगह इंशाअल्लाह. അതുകൊണ്ട് സ്ഥലം കൊടുക്കൂലേ? ഇൻഷാ അല്ലാഹ്. जरा और आगे आ जाओ. ഇനി മുമ്പോട്ട് ഇതാ ഇവിടെ अभी बहुत लोग आ रहे हैं, कुछ चाय पीते हुए खड़े हैं वहां पर. इधर देखो जगह बहुत വശത്ത് കുറെ സ്ഥലമായി. है. इधर की जगह पूरी कर लो आप. तबलीग में सबसे पहले बैठना सिखाते हैं. തബ്ലീഗിൽ ആദ്യം പഠിപ്പിക്കപ്പെടുന്നത് ഇരിക്കലാണ്. हाँ. फिर सुनना सिखाते हैं. പിന്നെ കേൾക്കാൻ പഠിപ്പിക്കപ്പെടും. फिर सुनते सुनते आदमी बोलना सीखता है. കേട്ട് കേട്ട് ആളെന്താണ് പറയാൻ തുടങ്ങും, പറയാൻ പഠിക്കും. फिर आदमी चलना सीखता है. പിന്നെ നടക്കാൻ തുടങ്ങും. हाँ. फिर जमना सीखता है. പിന്നെ ഉറച്ചു നിൽക്കാൻ പഠിക്കും. हाँ. फिर लास्ट में अल्लाह के लिए करना सीखता है. പിന്നെ അവസാനമായി അള്ളാഹുവിന്റെ മാത്രം ചെയ്യാൻ പഠിക്കും. अल्लाह हम सबको दीन का काम करने वाला बनाए. അള്ളാഹു സുബ്ഹാനഹു നമ്മൾ എല്ലാവരെയും ദീന്റെ പരിശ്രമം ചെയ്യുന്നവരാക്കുമാറാകട്ടെ. तो मेरे दोस्त और बुजुर्गों, अल्लाह हमसे कलाम कर रहे हैं. അള്ളാഹു തആല നമ്മോട് സംസാരിക്കുകയാണ്. 4 सब्जेक्ट्स हैं. സംസാരിക്കുന്ന വിഷയങ്ങൾ 4 എണ്ണമാണ്. पूरे कुरान को अगर कैटेगराइज किया जाए, डिवाइड किया जाए, तो उसमें 4 सब्जेक्ट्स. മുഴുവൻ ഖുർആൻ ഷരീഫിനെയും നമ്മൾ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ കാറ്റഗറൈസ് ചെയ്ത് കഴിഞ്ഞാൽ 4 വിഷയങ്ങളാണ്. तौहीद, रिसालत, आखिरत और इन चीजों की दावत.
ഒന്നെന്താണ്? തൗഹീദാണ്. രണ്ടാമത് റിസാലത്താണ്. മൂന്ന് ആഖിറമാണ്. നാലാമത്തത് ഈ കാര്യം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ദഅവത്താണ്. पूरा कुरान तौहीद से भरा हुआ है. മുഴുവൻ ഖുർആൻ ഷരീഫും തൗഹീദ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. तौहीद किसे कहते हैं? തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താണ്? Oneness and greatness of Allah. അള്ളാഹു ഒരുവനാണ്, അവന്റെ വലിപ്പം, ഇതാണ് തൗഹീദ്. Oneness of Allah. അള്ളാഹു ഒറ്റക്കാണ്, ഒരുവൻ മാത്രമാണ്. एक खुदा है, അള്ളാഹു ഏകനാണ്, एक खालिक है, അവൻ മാത്രമാണ് സൃഷ്ടാവ്, एक ही मालिक है, ओनर सिर्फ एक है. അവൻ മാത്രമാണ് ഉടമസ്ഥൻ. लिल्लाहि मा फिस समावाति वल अर्ज. जमीन में जितना जो कुछ है वो सब अल्लाह की प्रॉपर्टी है, और आसमान में जितना जो कुछ है वो अल्लाह की प्रॉपर्टी है, किसी और की नहीं है. ലില്ലാഹി മാഫിസ് സമാവാതി വൽ അർദ്. ഭൂമിയിലും ആകാശത്തിലും എന്തെല്ലാം വസ്തുക്കളുണ്ടോ ഇതിന്റെ എല്ലാം ഉടമസ്ഥാവകാശം അത് അല്ലാഹുവിന് മാത്രമാണ്. ये बॉडी हमारा ओनरशिप नहीं है, ये अल्लाह की प्रॉपर्टी है. ഈ ശരീരം നമ്മളുടെ ഉടമസ്ഥാവകാശത്തിലുള്ളതല്ല, ഇത് അല്ലാഹുവിന്റെ ഉടമസ്ഥാവകാശത്തിലുള്ളതാണ്. हम उसके ट्रस्टी हैं. നമ്മൾ അതിനെ സൂക്ഷിപ്പ് വെപ്പുകാരൻ മാത്രമാണ്. इस बॉडी के हम ओनर नहीं है. നമ്മൾ ഈ ശരീരത്തിന്റെ ഉടമസ്ഥനല്ല. क्यों भाई? कोई आदमी घर बनाता है, ओनर होता है, तो वो अपनी मर्जी के मुताबिक बनाता है. സഹോദരന്മാർ, ഒരു മനുഷ്യൻ വീടുണ്ടാക്കുന്ന സമയത്ത് അതിന്റെ ഉടമസ്ഥൻ ആ വീട്ടുകാരനാണ്. അതുകൊണ്ട് അതിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ആ വീടുണ്ടാക്കും. उसका डिजाइन वो ओनर की मर्जी के मुताबिक होता है, ये टेनेंट की मर्जी के मुताबिक होता है. ആ വീടിന്റെ ഡിസൈൻ ചെയ്യുന്നത് ആ വീടിന്റെ ഉടമസ്ഥാവകാശം ആർക്കാണോ അയാളുടെ താല്പര്യത്തിനനുസരിച്ചിട്ടാണ്. पूछो किसकी मर्जी के मुताबिक होता है? ആരുടെ താല്പര്യത്തിനനുസരിച്ചാണ് വീടുണ്ടാക്കുന്നത്? घर का डिजाइन ओनर की मर्जी के मुताबिक होता है कि टेनेंट की मर्जी के मुताबिक होता है? ഒരു വീട് ഉണ്ടാക്കുന്നത് അതിന്റെ ഉടമസ്ഥന്റെ എന്താണ് താല്പര്യപ്രകാരമാണോ, അതല്ല അതിന് താമസിക്കാൻ വാടകക്കോ മറ്റോ കൊടുക്കുന്ന ആളുടെ താല്പര്യപ്രകാരമാണോ? मैं घर बना रहा हूं, मेरी मर्जी के मुताबिक बनाऊंगा. ഞാനാണ് വീട് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് അത് ഞാൻ എന്റെ താല്പര്യത്തിനനുസരിച്ച് ഉണ്ടാക്കും. अल्लाह कुरान में कहते हैं अल्लज़ी युसव्विरुकुम फिल अरहामि कैफ यशा. हमने तुमको माँ के पेट के अंदर रख के ऐसा बनाया जैसा हम चाहते हैं. അതുകൊണ്ട് ഖുർആൻ ശരീഫിൽ അല്ലാഹു തആല പറയാണ്, ഉമ്മയുടെ ഗർഭപാത്രത്തിനകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചു, എങ്ങനെ അതിന് ഷേപ്പ് നൽകി, ഞാൻ എങ്ങനെയാണോ ഉദ്ദേശിച്ചത് അങ്ങനെ ഷേപ്പ് നൽകി. अल्लाह के नामों में से एक नाम है मुसव्विर. അള്ളാഹുവിന്റെ പേരുകളിൽപ്പെട്ട ഒരു പേരാണ് അല്ലാഹ് മുസവ്വിർ ആണ്. क्या माने है मुसव्विर के? മുസവ്വിറിന്റെ അർത്ഥം എന്താണ്? बोलो माने क्या है? പറയും, മുസവ്വിറിന്റെ അർത്ഥം എന്താണ്? ഷേപ്പ്. हमारी लैंग्वेज में कहो तो डिजाइनर. നമ്മളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഡിസൈനർ. अल्लाह डिजाइनर है. അല്ലാഹ് ഡിസൈനർ ആണ്. बड़े डिजाइन्स हैं उसके पास. അള്ളാഹിന്റെ അടുത്ത് വലിയ വലിയ ഡിസൈൻസ് ഉണ്ട്. तो कितने डिजाइन की सूरतें हैं? ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്ന എത്ര ഡിസൈൻസിലുള്ള ആൾക്കാരാണ് ഇരിക്കുന്നത്. कितनी अलग अलग नाक के शेप्स हैं. എത്ര വ്യത്യസ്തമായ മൂക്കുകളുടെ ഷേപ്പുകൾ ഉണ്ട്. 800 करोड़ 800 करोड़ ह्यूमन बीइंग्स इस वक्त दुनिया में हैं. 800 करोड़ नाक के डिजाइन हैं उसके पास. 800 കോടി മനുഷ്യർ ഈ സമയത്ത് ഭൂമിയിലുണ്ട്. അതായത് മൂക്കിന് 800 കോടി ഡിസൈൻസും ഷേപ്സും ഉണ്ടെന്ന് അർത്ഥം. आज से पहले करोड़ा करोड़ है, उनकी नाक अलग. आज के बाद करोड़ा करोड़ आएंगे, उनकी नाक अलग. ഇതുവരെ കഴിഞ്ഞുപോയ കോടിക്കണക്കിന് മനുഷ്യർ അവരുടെ മൂക്കിന്റെ ഡിസൈൻ വേറെ, ഇനി വരാൻ പോകുന്ന കോടിക്കണക്കിന് മനുഷ്യർ അവരുടെ മൂക്കിന്റെ ഡിസൈൻ വേറെ. कान का डिजाइन अलग, ചെവിയുടെ ഡിസൈൻ വ്യത്യസ്തം, आंख का आइरिस, फिंगर का फिंगरप्रिंट अलग अलग बनाया अल्लाह ने. ഓരോ മനുഷ്യന്റെയും കണ്ണിൽ എന്താണ് ഐറിസ്, അത് പിന്നെന്താണ് നമ്മളുടെ വിരലടയാളം, ഇതെല്ലാം വ്യത്യസ്തമാണ്. वो सब अल्लाह ने डिजाइन किया है. ഇതെല്ലാം അള്ളാഹുവാണ് ഡിസൈൻ ചെയ്തത്. इस डिजाइनिंग में किसी का कोई कंट्रीब्यूशन नहीं है. ഈ ഡിസൈനിങ്ങിൽ ഒരാളുടെയും കോൺട്രിബ്യൂഷൻ ഇല്ല, ഒരാളും അതിൽ എന്താക്കുന്നില്ല, അവരുടെ ഒരു അവകാശവും ഇല്ല. बाप का स्पर्म इस्तेमाल कर रहा है, लेकिन बाप का कोई ओपिनियन नहीं है. ഉപ്പായുടെ സ്പേമാണ്, ഇന്ദ്രിയത്തുള്ളിയാണ് ഉപയോഗിക്കുന്നത്, പക്ഷെ ഉപ്പായുടെ യാതൊരു അഭിപ്രായം ചോദിക്കുന്നില്ല. 1 ml सीमेन के अंदर 40 मिलियन स्पर्म्स होते हैं. ഒരു ml ഇന്ദ്രിയത്തുള്ളിക്കകത്ത് 40 മില്യൺ സ്പേംസ് ഉണ്ടാകും. उसमें से एक को निकालकर अल्लाह इंसान को बनाते हैं. അതിൽ നിന്ന് ഒന്ന് എടുത്തിട്ടാണ് അല്ലാഹു തആല മനുഷ്യനെ ഉണ്ടാക്കുന്നത്. और वो एक कौन सा होगा, वो बाप का फैसला नहीं है, वो अल्लाह का फैसला है. അത് ഈ ഒന്ന് ഏതാണ്, അതിൽ അള്ളാഹുന്റെ തീരുമാനം, അതിൽ മനുഷ്യന്റെ ഒരു കടത്തലുമില്ല, വാപ്പാക്ക് ഒരു അഭിപ്രായവും ഇല്ല, അള്ളാഹുന്റെ തീരുമാന പ്രകാരമാണ് നടക്കുന്നത്. बाप को अगर इख्तियार देता अल्लाह, बता तेरी राय क्या है, तेरा बच्चा कैसा होना चाहिए, तो बोलो दुनिया में कोई बेवकूफ बच्चा पैदा होता?
അത് അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപ്പമാരോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ അഭിപ്രായം എന്താണ്, നിങ്ങളുടെ മകൻ എങ്ങനെ ആയിരിക്കണമെന്ന്. സഹോദരൻ, അങ്ങനെയാണ് അഭിപ്രായം ചോദിച്ചിരുന്നെങ്കിൽ ഭൂമിയിൽ ഒരു രീതിയിലും വിഡ്ഢികളായ മക്കൾ ഉണ്ടാവില്ലായിരുന്നു. कौन सा बाप चाहेगा कि उसका बेटा बेवकूफ हो? ഏത് വാപ്പയാണ് ആഗ്രഹിക്കുന്നത് എന്റെ മകൻ വിഡ്ഢിയാകണമെന്ന്? अगर माँ की ओपिनियन अल्लाह लेता, माँ की राय लेता कि बता तेरा बच्चा कैसा होना चाहिए, तो बोलो दुनिया में कोई काला बच्चा पैदा होता? ഇനി അഥവാ അല്ലാഹു സുബ്ഹാനഹു ഉമ്മമാരോട് ചോദിക്കുകയാണ് മക്കൾ എങ്ങനെ ആയിരിക്കണം ചോദിച്ചിരുന്നെങ്കിൽ, അഥവാ ഭൂമിയിൽ അങ്ങനെ ചോദിച്ചിരുന്നെങ്കിൽ ഒരു കുട്ടിയും ഭൂമിയിൽ കറുത്ത കളറിൽ ആരും ഉണ്ടാവില്ലായിരുന്നു. बाप का स्पर्म है, माँ का यूट्रस है, डिजाइनर अल्लाह है. അതുകൊണ്ട് വാപ്പായുടെ സ്പേം ആണ്, ഉമ്മയുടെ ഗർഭപാത്രമാണ്, പക്ഷെ ഡിസൈനർ ആരാണ്? അല്ലാഹു ആണ്. ये हाइट ये अल्लाह का फैसला है, ये हमारे माँ बाप का या हमारा फैसला नहीं है. നമ്മുടെ ഈ ഹൈറ്റ് അത് അള്ളാഹുന്റെ തീരുമാനമാണ്, നമ്മുടെ ഉപ്പായുടെ ഉമ്മായുടെയും തീരുമാനമല്ല. प्रीडेस्टाइन्ड अंग्रेजी में मेडिकल की किताबों में लिखा हुआ है, दीज आर प्रीडेस्टाइन्ड. इसके फैसले हो चुके हैं, किसी की हाइट को बढ़ा नहीं सकते. അതുകൊണ്ട് സഹോദരന്മാരെ സാധാരണ പറയാൻ ഇതെല്ലാം എന്താണ്? ഡെസ്റ്റൈൻഡ് ആണ്, നേരത്തെ തീരുമാനിക്കപ്പെട്ടതാണ്, ആർക്കും അതിൽ ഒരു കൈകടത്തലുമില്ല. चेंज नहीं कर കുറച്ച് सकते. മുമ്പോട്ടിരുന്നു സ്ഥലം, ഇനി ആൾക്കാർ देखो इधर जगह है, इधर भेज दो. ഒന്ന് കുറച്ച് മുമ്പോട്ടൊന്ന് കയറിയതാ, ഇതാ കുറച്ച് ഇടയിൽ സ്ഥലം ഉണ്ടെന്നാ പറയുന്നത്. आ जाओ जरा मूवमेंट कर लो. കുറച്ചൊന്ന് മുമ്പോട്ടിരിക്കെ. ആര്? अभी टाइम नहीं है, अभी सुनाओ ऐसे ही, पहले ही ये सब सोच लेना चाहिए था. കുറച്ച് മുമ്പോട്ടിരുന്നോ, സ്ഥലം ഉണ്ടോ? जरा उठ के खड़ के आ जाओ, उठ के खड़ के आ जाओ. എഴുന്നേറ്റിട്ട് നടന്നാൽ കുറച്ച് സ്ഥലം കിട്ടും കേട്ടോ. और आ जाओ, और आ जाओ, और आ जाओ. ए भाई इधर देखो, ये कुर्सी हटा दो, ये कुर्सी हटा दो. आ जाओ, ये कुर्सी हटाओ, इधर भी आओ, इधर कुछ साथी बैठो. ഈ ചെയർ അങ്ങോട്ടേക്ക് ആക്ക്. आ जाओ, आ जाओ, आ जाओ. ഇനിയും അങ്ങോട്ടാ, ഇനിയും. एक आदमी दीन की बात सुन लेगा, उसको जितना सवाब मिलेगा वो भी आपको भी मिलेगा. आ जाओ. ഒരാള് കാര്യം കേട്ടാൽ എന്തെല്ലാം മാറ്റങ്ങൾ നടക്കാൻ, അതിന്റെ എല്ലാം പ്രതിഫലം നമുക്ക് കിട്ടും ഇൻഷാ അല്ലാഹ്. और आ जाओ. देखो यहाँ जगह हो गई. ഇതൊക്കെ സ്ഥലം ഉണ്ടല്ലോ, ഈ ഇതെല്ലാം കുറച്ച് സൈഡിലാക്കിയാൽ കിട്ടും സ്ഥലം. जरा आ जाओ. देखो इधर कितनी जगह है, 10 आदमी बैठ सकता है इधर, 10 आदमी बैठ सकता है. सामान एक तरफ कर दो, बैठ जाओ, आ जाओ. यूटिलाइजेशन ऑफ रिसोर्सेस, यूटिलाइजेशन ऑफ रिसोर्सेस. प्लेस भी एक रिसोर्स है, उसको अच्छा यूटिलाइज करो. माशाअल्लाह, माशाअल्लाह, बहुत अच्छे. ആയില്ലേ? आ गए, शुरू करें. अभी फिर नहीं बोलना, अब जो कुछ करना है आप करो. अस्तगफिरुल्लाह, अल्लाहुम्मा अल्हिम्ना मराशिद. ഇനി ഇരിക്കാൻ സ്ഥലം ഉണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ പിന്നെ മുമ്പോട്ടിരിക്കാൻ പറയും. जी क्या बता रहा था मैं? എന്താ പറഞ്ഞു വന്നത്? प्रीडेस्टाइन्ड है, हमारा हाइट प्रीडेस्टाइन्ड है, वो अल्लाह का फैसला है. നമ്മളുടെ ഹൈറ്റ് നേരത്തെ തീരുമാനിക്കപ്പെട്ടതാണ്, അത് തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞു. आदमी का हाइट कम होता है तो उसको फिक्र होती है मेरा हाइट ज्यादा होना चाहिए. लोग एडवर्टाइजमेंट करते हैं, ये गोली खा लो, ये टैबलेट खा लो, तुम्हारी हाइट बढ़ जाएगी. हाइट वाइट बढ़ती नहीं है, इट इज डिसाइडेड. धोखा देते हैं. സഹോദരൻ, ആരെങ്കിലും ഹൈറ്റ് കുറവാണെങ്കിൽ അയാൾക്ക് വലിയ ആഗ്രഹം ഉണ്ടാവും ഹൈറ്റ് ഒന്ന് കൂട്ടാൻ വേണ്ടി. ഒരാൾ പരസ്യം നൽകി, ഇന്ന് ഗുളിക കഴിച്ചാൽ എന്താണ്, അയാളുടെ ഹൈറ്റ് കൂടും അല്ലെങ്കിൽ വെയിറ്റ് കൂടും. പക്ഷെ അങ്ങനെ ഹൈറ്റ് കൂടാനൊന്നും പോകുന്നില്ല, ഇത് നേരത്തെ തീരുമാനിക്കപ്പെട്ടതാണ്. कॉम्प्लेक्शन कलर हमारा वो डिसाइडेड है अल्लाह की तरफ से. നമ്മുടെ കോംപ്ലക്ഷൻ, നമ്മുടെ കളറ് അത് നേരത്തെ തീരുമാനിക്കപ്പെട്ടതാണ്. उसको चेंज नहीं कर सकते, അതിനാർക്കും ചേഞ്ച് ചെയ്യാൻ वो സാധിക്കില്ല. अल्लाह का फैसला है, हो चुका है. അത് അള്ളാഹുന്റെ തീരുമാനമാണ്, അത് ആയി കഴിഞ്ഞു. उसका इंफॉर्मेशन स्पर्म के अंदर जो था, इतनी इंटेंसिटी का मेलानिन पिगमेंट इसके सेल्स के अंदर रहेगा. वो स्पर्म सेलेक्ट हो चुका है, अब कोई बदल नहीं सकता, कोई कलर चेंज नहीं कर सकता. സഹോദരന്മാരെ, ഒരു മനുഷ്യന്റെ കളർ എങ്ങനെ ആയിരിക്കണം? അദ്ദേഹത്തിന്റെ സ്പേമിനകത്തുണ്ടായിരുന്ന മെലനിൻ പിഗ്മെന്റ്സിന്റെ ഇന്റൻസിറ്റി എത്രയാണ്, അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ കുട്ടിയുടെ കളർ ഉണ്ടാകുന്നത്. खामखा धोखा देते हैं, पहले लड़कियों को देते थे, अब लड़कों को भी दे रहे हैं. फेयर एंड लवली लगा लो, गोरे हो जाएंगे. होते होते नहीं, धोखा है. സഹോദരന്മാർ, ഇതെല്ലാം വഞ്ചനയാണ്. ചില പരസ്യങ്ങൾ കാണാൻ സാധിക്കും, നേരത്തെ പെൺകുട്ടികളോട് മാത്രമാണ് നിങ്ങൾ ഫെയർ ആൻഡ് ലെവലിൽ തേച്ചോളൂ, നിങ്ങളുടെ കളർ നന്നാവും. ഇപ്പം ആണുങ്ങളോടും പറയാൻ തുടങ്ങി. പക്ഷെ ഇതൊന്നും നടക്കാൻ പോകുന്നത്, ഇതെല്ലാം വഞ്ചനയാണ്. फेयर एंड लवली फॉर मेन कहते हैं.
ഫെയർ ആൻഡ് ലവ്ലി ഫോർ മെൻ. कोई फेयर नहीं होता, वो फैसला हो चुका है. ആരും ഫെയർ ആവാൻ പോകുന്നില്ല, ഇതെല്ലാം തീരുമാനിക്കപ്പെട്ടതാണ്. हमारी इंटेलिजेंस का फैसला हो चुका है कि कितना इंटेलिजेंट रहेगा. നമ്മളുടെ ബുദ്ധിശക്തി എത്രയുണ്ടാകണം അതും തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞു. ആ ഒരാൾ എത്ര ബുദ്ധിയുള്ളവനായിരിക്കണം. कोई मेहनत से इंटेलिजेंट नहीं बन सकता. ഒരു മനുഷ്യനും പരിശ്രമം കൊണ്ട് ബുദ്ധിശാലിയാകുകയില്ല. वो फैसले हो चुके हैं. ആ തീരുമാനമായി കഴിഞ്ഞു. और कोई अपनी मेहनत से मेमोरी बढ़ा नहीं सकता. ഒരു മനുഷ്യനും പരിശ്രമം കൊണ്ട് അതിന്റെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ സാധിക്കില്ല. किसी की टाइम मेमोरी, किसी की प्लेस मेमोरी अच्छी रहती है, तो किसी का नेम मेमोरी अच्छा रहता है, तो किसी का नंबर मेमोरी अच्छा रहता है. ചിലരുടെ ടൈം മെമ്മറി നല്ലതായിരിക്കും, ചിലരുടെ പ്ലേസ് മെമ്മറി, സ്ഥലങ്ങളുടെ പേര് നന്നായിട്ട് ഓർക്കും, ചിലരുടെ ആൾക്കാരുടെ പേര് നന്നായിട്ട് ഓർക്കും, ചില ആൾക്കാരുടെ നമ്പർ നന്നായിട്ട് ഓർക്കും. ഇതെല്ലാം തീരുമാനിക്കപ്പെട്ടതാണ്. एक है हमारे साथी, वो एक मर्तबा कोई जगह देख लें तो फिर भूलते नहीं. 10 साल के बाद आए तो बराबर ढूंढकर उस जगह चले जाते हैं, क्योंकि उनका प्लेस मेमोरी बहुत अच्छा है. നമ്മുടെ ഒരു കൂട്ടുകാരനുണ്ട്, ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ആ സ്ഥലം എങ്ങനെ റെക്കോർഡ് ആവും എന്ന് പറഞ്ഞാൽ 10 വർഷത്തിന് ശേഷം അവിടെ പോയാലും ആ സ്ഥലത്ത് കറക്റ്റ് അയാൾ എത്തും. അത്രയും സ്ട്രോങ് ആണ് അയാളുടെ പ്ലേസ് മെമ്മറി. और किसी का नेम मेमोरी अच्छा रहता है, नाम भूलते नहीं है. ചിലരുടെ നെയിം മെമ്മറി വളരെ ഉഷാറാണ്, ഒരിക്കലും പേര് മറക്കൂല. और किसी का नेम मेमोरी बहुत कमजोर रहता है. हमारे एक दोस्त हैं, डॉक्टर साहब हैं, वो अपने भाई का भी नाम भूल जाते हैं कभी. നമ്മുടെ ഒരു കൂട്ടുകാരൻ, 4 भाई हैं, वो कहते वो दूसरे वाला है ना, दूसरे वाला भाई का नाम भूल जाते हैं. നമ്മുടെ ഒരു കൂട്ടുകാരൻ, അദ്ദേഹം ഡോക്ടറാണ്, അദ്ദേഹത്തിന്റെ സഹോദരന്മാരുടെ പേര് പോലും ചിലപ്പോൾ മറന്നു പോകും. അദ്ദേഹത്തിന് 4 സഹോദരന്മാരുണ്ട്. ഇപ്പൊ 2ാമത്തെ ഏട്ടൻ 3ാമത്തെ ഏട്ടൻ എന്നാണ് ചിലപ്പോൾ പറയില്ല, പേര് ഓർമ്മ വരൂല. ये सब मेमोरी अल्लाह का डिस्ट्रीब्यूशन है. അതുകൊണ്ട് ഈ ഓർമ്മയൊക്കെ എന്താണ് അള്ളാഹുന്റെ ഭാഗത്ത് നിന്ന്. इंटेलिजेंस अल्लाह का डिस्ट्रीब्यूशन है. ബുദ്ധി അള്ളാഹുന്റെ ഭാഗത്ത് നിന്നാണ്. ऐसे ही कुरान में अल्लाह ताला कहते हैं रोजियां, योर सस्टेनेंस वो अल्लाह का डिस्ट्रीब्यूशन है. ഇതുപോലെ സഹോദരന്മാർ, നമ്മുടെ റോസി, നമ്മുടെ റിസ്ക് ഇതും നേരത്തെ തീരുമാനിക്കപ്പെട്ടതാണ്. ज्यादा मेहनत करोगे ज्यादा रोजी मिलेगी ऐसा नहीं है. കൂടുതൽ പരിശ്രമിച്ചാൽ കൂടുതൽ റിസ്ക് കിട്ടും, അങ്ങനെയില്ല. ये सब अल्लाह के फैसले हैं. ഇതെല്ലാം അള്ളാഹുന്റെ തീരുമാനമാണ്. ज्यादा खाओ मोटे हो जाएंगे, कम खाओ दुबले हो जाएंगे, ये भी नहीं है. ധാരാളം ഭക്ഷിച്ചു കഴിഞ്ഞാൽ തടിക്കും, കുറച്ച് ഭക്ഷിച്ചു കഴിഞ്ഞാൽ എന്താണ് മെലിഞ്ഞു പോകും, ഇതുമില്ല. हम लोग जू में गए, നമ്മളൊരു സൂല് പോയി, हिप्पोपोटामस देखा. ഹിപ്പോപ്പൊട്ടാമസിനെ കണ്ടു. जानते हैं हिप्पोपोटामस ഹിപ്പോപ്പൊട്ടാമസ് അറിയില്ല? क्या बोलते हैं मलयालम में? മലയാളത്തിൽ കണ്ടാമൃഗം അല്ലെ? കണ്ടാമൃഗം അല്ല, ഹിപ്പോപ്പൊട്ടാമസ് എന്താ പറയാ? ഹിപ്പോപ്പൊട്ടാമസ് എന്താ പറയാ? मैंने वहां पढ़ा, देखो अल्लाह की मखलूक को देखकर अल्लाह की ताकत को पहचानना, कुरान कहता है दीज आर दी इंटेलिजेंट पीपल. അള്ളാഹുന്റെ സൃഷ്ടികളെ നോക്കി അള്ളാഹുവിനെ മനസ്സിലാക്കുന്നവർ അവരാണ് ബുദ്ധിമാന്മാർ. अल्लाह की खुदरत को पहचानना, അള്ളാഹുന്റെ ഖുദ്റത്തിനെ മനസ്സിലാക്കുക. look at the creation, recognize the creator. സൃഷ്ടികളിലേക്ക് നോക്കുക, സൃഷ്ടാവിനെ മനസ്സിലാക്കുക. Creator cannot be seen. സൃഷ്ടാവിനെ കാണാൻ സാധിക്കില്ല. इन आंखों में अल्लाह को देखने की ताकत नहीं है. ഈ കണ്ണുകൾക്കകത്ത് അള്ളാഹുവിനെ കാണാനുള്ള ശക്തിയില്ല. जन्नत में अल्लाह वो आंखें देंगे जिससे हम अल्लाह को देख सकेंगे. സ്വർഗത്തിൽ അള്ളാഹുവിന്റെ കണ്ണുകൾ നൽകും, ആ കണ്ണുകൾ കൊണ്ട് അള്ളാഹുവിനെ കാണാൻ സാധിക്കും. इन आंखों में कोरोना वायरस को देखने की ताकत नहीं थी, अल्लाह को क्या देखेगा? ഈ കണ്ണുകൾക്കകത്ത് കൊറോണ വൈറസ് കാണാനുള്ള ശക്തിയില്ല, പിന്നെ എങ്ങനെയാണ് അള്ളാഹുവിനെ കാണുക? ये कमजोर आंखें हैं, ഇത് വളരെ ബലഹീനമായ കണ്ണുകൾ, देख नहीं सकते. കാണാൻ സാധിക്കില്ല. मूसा अलैहिस्सलाम अल्लाह से बातें करते थे. മൂസ അലൈഹി ഇസ്ലാം അള്ളാഹുവിനോട് സംസാരിക്കുമായിരുന്നു. कलीमुल्लाह थे, കലീമുള്ള സംസാരിക്കുന്ന ആളാണ്. बात करते थे. സംസാരിക്കുമായിരുന്നു. बात करते करते डिजायर पैदा हुआ कि अल्लाह को देखेंगे. बात करने में इतना मजा आएगा तो अल्लाह को देखने में कितना मजा आएगा. അപ്പൊ മൂസ അലൈഹി ഇസ്ലാം അള്ളാഹുനോട് സംസാരിച്ചു. സംസാരിക്കുന്ന സമയത്ത് മൂസ അലൈഹി ഇസ്ലാം ഹൃദയത്തിൽ ആഗ്രഹം വന്നു, ഒന്ന് അള്ളാഹുവിനെ കാണണം. കാരണം സംസാരിക്കുന്ന സമയത്ത് ഇത്ര രസമുണ്ടെങ്കിൽ കാണുമ്പോൾ പിന്നെ എത്ര രസം ഉണ്ടാവും കാണാൻ. पूछो इनको, बात करे तो मजा आता है क्या? നിങ്ങൾക്ക് ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ രസം തോന്നാറുണ്ടോ? पहले चैटिंग होती है, फिर डेटिंग होती है, उसके बाद चीटिंग होती है. ആദ്യം ചാറ്റിംഗ് ആണ്, പിന്നെ ഡേറ്റിംഗ് ആണ്, പിന്നെ ചീറ്റിംഗ് ആണ്. पहले चैटिंग होती है, मजा आता है, ऐसे ऐसे सेंटेंसेस आते हैं चैटिंग में, फिर दिल कहता है मिलना चाहिए. जब बातें ही इतनी अच्छी कर रही है तो देखने में कैसी खूबसूरत होगी. ആദ്യം സംസാരിക്കുമ്പോൾ നല്ല നല്ല വാക്കുകൾ, നല്ല നല്ല വാക്കുകൾ കേൾക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കാണുന്ന സമയത്ത് കാണാൻ ആഗ്രഹം ഉണ്ടാവും. വാക്കുകൾ എത്ര നല്ലതാണെങ്കിൽ പിന്നെ കാണാൻ എത്ര രസം ഉണ്ടാവും.
तो अल्लाह तो ब्यूटीफुल है. അപ്പൊ അള്ളാഹു ഏറ്റവും സൗന്ദര്യമുള്ളവരാണ്. Allah has created beauty and Allah loves beauty. Allahu jamilun yuhibbul jamal. Allah is beautiful and he loves beauty. He has created beauty. അള്ളാഹു ആണ് സൗന്ദര്യത്തെ സൃഷ്ടിച്ചത്. അള്ളാഹു സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. കാരണം അള്ളാഹു ആണ് സൗന്ദര്യത്തെ तो സൃഷ്ടിച്ചത്. कैसा खूबसूरत होगा अल्लाह हमारा. അതുകൊണ്ട് അള്ളാഹു എത്ര സൗന്ദര്യം ഉണ്ടാവും. अल्लाह को देखने का शौक हो. അതുകൊണ്ട് അള്ളാഹിനെ കണ്ടുമുട്ടാനുള്ള ആഗ്രഹം ഉണ്ടാവും. कौन से कि एक क्रिकेट प्लेयर को देखने स्टैम्पीड हो गया. ഒരു ക്രിക്കറ്റ് കളിക്കാരനെ കാണാൻ വേണ്ടി ആൾക്കാർ തിങ്ങിക്കൂടി. मैं ही समझा बहुत हैंडसम क्रिकेट प्लेयर रिंग आकर को इतना गलीज है बाला छोड़ने को काला रात को देखे तो डर जाएंगे बच्चे. उसे देखने स्टैम्पीड. അപ്പൊ ഞാൻ ഈ വിചാരിച്ചു ഈ കാണാൻ ഭയങ്കര രസമുണ്ട് അയാളെ കാണാൻ വേണ്ടി. പക്ഷെ നോക്കിയപ്പോ എന്താണ്, ആകെ മുഖമൊക്കെ വികൃതമായിട്ട് വലിയ മുടിയൊക്കെ നീട്ടി വളർത്തി തീരെ ഒരു ഭയങ്കര ഒരു വിരൂപിയായ മനുഷ്യൻ. അയാളെ കാണാൻ വേണ്ടിയാണ് തിങ്ങും തിരക്കും. രാത്രി ഇങ്ങനെ അയാളെ കണ്ടിട്ട് ആള് പേടിച്ചു പോകും. उसे देखने के लिए लोग गिर रहे हैं और मर रहे हैं. അയാളെ കാണാൻ വേണ്ടി ആൾക്കാർ തിക്കും തിരക്കും കൂടി വീണ് പോവാണ്. डांसर को देखने के लिए गिर रहे हैं और मर रहे हैं. ഡാൻസറിനെ കാണാൻ വേണ്ടി തിക്കും തിരക്കും കൂട്ടി മരിക്കുകയാണ്. सिंगर को देखने के लिए गिर रहे हैं और मर സിംഗറിനെ रहे हैं. കാണാൻ വേണ്ടി തിക്കും തിരക്കും കൂടി മരിക്കുകയാണ് ആൾക്കാർ. धक्कम धक्की कर रहे हैं. അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളുകയാണ്. एक ग्लिम्स हो जाए मेरे फेवरेट सिंगर का. ഒരു ഗ്ലിംസ്, ഒരു നോട്ടം എന്റെ ഫേവറേറ്റ് സിംഗറെ കാണാൻ വേണ്ടി. और फिर शान से आके कहता है मैंने फला सिंगर को देखा है. എന്നിട്ട് വൈകുന്നേരം വന്നിട്ട് കൂട്ടുകാരോട് പറയും ഞാൻ എന്റെ ഇന്ന സിംഗറെ കണ്ടു എന്ന് പറയും. तो बड़ा खुशनसीब है जिसके साथ सेल्फी ले ले. പിന്നെ ആദ്യം അയാളുടെ കൂടെ ഒരു സെൽഫി എടുത്തോ, അയാൾ ഭയങ്കര ഭാഗ്യവാനാണ്. तो कितना खुशनसीब होगा जिसको अपने क्रिएटर का ग्लिम्स मिल जाए. അതുകൊണ്ട് എത്ര വലിയ ഭാഗ്യവാനാണ് ആ മനുഷ്യൻ, തന്റെ സൃഷ്ടാവിനെ കാണുന്ന മനുഷ്യൻ. वो तो अल्लाह है. അവൻ അള്ളാഹുവാണ്. तो मूसा अलैहिस्सलाम ने दरख्वास्त की कि अल्लाह मैं तुझे देखना चाहता हूँ. അപ്പൊ മൂസ അലൈഹി ഇസ്ലാം അള്ളാഹുനോട് പറഞ്ഞു, അള്ളാഹു ഞാൻ നിന്നെ കാണാൻ ആഗ്രഹിക്കുന്നു. तो अल्लाह ताला ने फरमाया देख नहीं सकते. അള്ളാഹു തആല പറഞ്ഞു കാണാൻ പറ്റൂല. दुनिया की आंखों में वो ताकत नहीं है. ഭൂമിയിലെ കണ്ണുകൾക്ക് അതിന്റെ ശക്തിയില്ല. लेकिन जिद करने लगे. പക്ഷെ മൂസ അലൈഹി ഇസ്ലാം നിർബന്ധം പിടിച്ചു, ഷാഠ്യം പിടിച്ചു. नहीं यार देखना ही चाहता हूँ. എനിക്ക് കാണണം. तो मूसा अलैहिस्सलाम से अल्लाह ने कहा पहाड़ पे आ जाओ. മൂസ അലൈഹി ഇസ്ലാം അള്ളാഹു തആല പറഞ്ഞു മലമുകളിൽ വരാൻ വേണ്ടി. तो पहाड़ पे अल्लाह ने पूरा अपने आप को नहीं दिखाया. एक रिफ्लेक्शन तजल्ली, एक रिफ्लेक्शन अल्लाह का पड़ा. मूसा अलैहिस्सलाम बेहोश होके गिर गए. पूरा पहाड़ जल के राख हो गया. അതുകൊണ്ട് സഹോദരന്മാരെ ആ മലമുകളിൽ വെച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായി വെളിപ്പെട്ടില്ല. പക്ഷെ അള്ളാഹുന്റെ ഒരു കിരണം മാത്രം, അത് മാത്രം വെളിപ്പെട്ടു. ആ വെളിപ്പെടലോട് കൂടി മൂസ അലൈഹിസ്സലാം ബോധം കെട്ട് വീണുപോയി എന്ന് മാത്രമല്ല ആ മല മൊത്തം കത്തി നശിച്ചു പോയി. या मल्ला तराहुल उयून, ऐ वो जात जिसको किसी आंख ने देखा नहीं. അതുകൊണ്ട് അള്ളാഹുവേ, ആ അള്ളാഹുവിനെ ഒരു കണ്ണുകൊണ്ടും കണ്ടിട്ടില്ല. वला तुखालितुहु ज़ुनून, किसी के ब्रेन में उसका इमेजिनेशन नहीं हुआ. No one has imagined how Allah is. ഒരു ബുദ്ധി കൊണ്ടും അവന്റെ രൂപത്തെ അവൻ എങ്ങനെയാണെന്ന് ഊഹിച്ചെടുക്കാൻ സാധിക്കില്ല. वला यसिफुहुल वासिफून, आज तक किसी ने उसकी ऐसी तारीफ, उसके एट्रीब्यूट्स को ऐसा बयान नहीं किया जैसा वो है. ഒരാൾക്ക് പോലും ആ അള്ളാഹുവിനെ ഇതുപോലെ വർണ്ണിക്കാൻ സാധിച്ചിട്ടില്ല. എങ്ങനെ വർണ്ണിക്കണമോ ഏതെല്ലാം ഗുണങ്ങളെ കൊണ്ട്. इसलिए कि जितनी भी तारीफ करो वो कम है. അതുകൊണ്ട് അള്ളാഹുവിനെ എത്ര തന്നെ വർണ്ണിച്ചാലും അത് इसीलिए फरमाया अल्लाह की तारीफ करने के बाद इस्तिग़फार पढ़ो. അതുകൊണ്ടാണ് പറയുന്നത് അള്ളാഹുവിനെ വർണ്ണിച്ചതിന് ശേഷം, അള്ളാഹുവിനെ താരീഫ് ചെയ്തതിനു ശേഷം ഇസ്തിഗ്ഫാർ ചെയ്യാൻ വേണ്ടി പറയുന്നത്. अल्हम्दुलिल्लाह के बाद अस्तगफिरुल्लाह है. അൽഹംദുലില്ലാഹ്ക്ക് ശേഷം നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നുണ്ട്. अरे भाई तारीफ किए हैं, कौन सी गलती किए हैं? നമ്മൾ അള്ളാഹുവിനെ താരീഫാണ് ചെയ്തത്, സ്തുതികീർത്തനമാണ് പാടിയത്, പിന്നെ എന്തിനാണ് നമ്മൾ ഇസ്തിഗ്ഫാർ പറയുന്നത്? लेकिन तारीफ भी वैसी नहीं हो सकती जैसे अल्लाह है, इसलिए उसके बाद माफी मांगो. അതുകൊണ്ടാണ് സഹോദരന്മാരെ എങ്ങനെയാണ് അള്ളാഹുവിനെ സ്തുതിച്ചത് അല്ലെങ്കിൽ സ്തുതികീർത്തനം പാടിയത്, അത് പോരാ. അതിന്റെ പേരിലാണ് നമ്മൾ അള്ളാഹുവിന് മാപ്പിന് ചോദിക്കുന്നത്. नहीं समझे, पूछो समझे. മനസ്സിലായോ പറഞ്ഞത്? അള്ളാഹു നമ്മൾ സ്തുതിച്ചതിന് ശേഷം എന്ത് ചെയ്യും? അള്ളാഹുന് നമ്മൾ ഇസ്തിഗ്ഫാർ പറയും. എന്തിനാണ് അള്ളാഹുവിനെ സ്തുതിച്ചതിന് ശേഷം ഇസ്തിഗ്ഫാർ പറയുന്നത്? ഈ സ്തുതി ചെയ്യുന്നത് തെറ്റൊന്നുമല്ല, പക്ഷെ എങ്ങനെയാണോ സ്തുതിക്കേണ്ടത് ആ രീതിയിൽ സ്തുതിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഇസ്തിഗ്ഫാർ ചോദിക്കുന്നത്. समझे? മനസ്സിലായോ? एग्जाम्पल देता हूँ. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. एग्जाम्पल से बात समझ में आती है. എക്സാമ്പിൾ കൂടി പെട്ടെന്ന് മനസ്സിലാവും. कुरान का भी यही उस्लूब है. अल्लाह एग्जाम्पल्स देके बात को समझाते हैं. ഖുർആൻ ഷരീഫിന്റെ രീതി അതാണ്. അല്ലാഹു തആല ഉപമകളിൽ കൂടി അല്ലെങ്കിൽ ഉദാഹരണങ്ങളിൽ കൂടി കാര്യങ്ങൾ മനസ്സിലാക്കി തരും. एक आदमी ने MBBS किया. ഒരാൾ MBBS പഠിച്ചു यहाँ कैलिकट मेडिकल कॉलेज. കോഴിക്കോട് മെഡിക്കൽ കോളേജില്. फिर उसने
MS किया, ऑल इंडिया इंस्टीट्यूट ऑफ मेडिकल साइंसेस। പിന്നെ അതിനുശേഷം അയാൾ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ പോയി എന്ത് ചെയ്തു? MS ചെയ്തു. तो कितनी डिग्रियां हो गई उसके पास? അപ്പൊ എത്ര ഡിഗ്രി ആയ അയാൾക്ക്? 2 डिग्रियां हो गई। फिर उसने FRCS किया, फेलो ऑफ द रॉयल कॉलेज ऑफ सर्जन्स। इंग्लैंड में जाके उसने FRCS किया। പിന്നെ അദ്ദേഹം അതിനുശേഷം ഇംഗ്ലണ്ടിൽ പോയി FRCS ചെയ്തു. कितनी डिग्रियां हो गई? എത്ര ഡിഗ്രി ആയി? कितनी हो गई? 3 हो गई। उसका बचपन का दोस्त मिला, चड्डी फ्रेंड, പിന്നെ അയാളുടെ പ്രാവശ്യം എന്താണ്? അയാളുടെ ഒരു ചड्डी ഫ്രണ്ട് बहुत सालों के बाद मिला। കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് കണ്ടത്. वो गंवार था, अनपढ़ था, वो जानता नहीं था, അയാൾക്കൊന്നും അറിയില്ലായിരുന്നു. सीधा साधा मुसलमान। ഒരു സാധാ സീത ആളാണ് അയാൾ. तो उसने दूसरे का तारुफ, ये जानते बहुत बड़ा डॉक्टर है, बहुत बड़ा डॉक्टर है, ये कैलिकट में इसने MBBS पढ़ा है। कैसा इंट्रोड्यूस करा रहा है? बहुत बड़ा डॉक्टर है, कैलिकट में इसने MBBS किया है। അതുകൊണ്ട് സഹോദരന്മാരെ, ഒരു പ്രാവശ്യം ഇയാളെ സുഹൃത്ത് കണ്ട സമയത്ത് ഇയാളെ പരിചയപ്പെടുത്തണം മറ്റൊരാൾക്ക്. ഇയാൾ വലിയ ഡോക്ടറാണ്. എത്ര വലിയ ഡോക്ടറാണെന്ന് അറിയോ? ഇത് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ ഇയാൾ MBBS ചെയ്തിട്ടെന്ന് പറഞ്ഞു. अब डॉक्टर साहब को खुशी होगी क्या गुस्सा आएगा? അപ്പൊ ഡോക്ടർ സാഹിബിന് ദേഷ്യാണോ അതല്ല സന്തോഷാണോ ഉണ്ടാകുക? बोलो भाई, പറയും എന്താ ഉണ്ടാകുക? खुशी होगी? സന്തോഷം ഉണ്ടാവോ? गुस्सा आएगा, मेरी और 2 डिग्रियां हैं, बोला ही नहीं। എനിക്ക് 2 ഡിഗ്രിയും കൂടിയുണ്ട്, അത് अयाल പറഞ്ഞില്ല. मैं MS किया हूँ एम्स से और फेलो ऑफ द रॉयल कॉलेज ऑफ सर्जन्स का मैं एक फेलो हूँ, और इसने मेरा इंट्रोडक्शन करा कैलिकट में पढ़ा। मैं तो लंदन में पढ़ के आया। അപ്പൊ എനിക്ക് എന്താണ്, ഞാൻ എയിംസിൽ നിന്ന് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ഞാൻ MS ചെയ്തിട്ടുണ്ട്, പിന്നെ ഫെല്ലോ ഓഫ് റോയൽ കോളേജ് ഓഫ് സർജൻസ് ഞാൻ ഫെലോഷിപ്പ് എടുത്തിട്ടുണ്ട്. ഇതൊന്നും അയാൾ പറഞ്ഞില്ല. അയാൾ പറഞ്ഞത് വെറും ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS എടുത്തത് മാത്രമാണ്. Incomplete glorification is also a mistake. ഇൻകംപ്ലീറ്റ് ഗ്ലോറിഫിക്കേഷൻ, അതായത് പരിപൂർണമല്ലാത്ത സ്തുതി അല്ലെങ്കിൽ പരിപൂർണമല്ലാത്ത വർണ്ണന, ഇതും ഒരു തെറ്റാണ്. तो इसीलिए नमाज के बाद अल्लाह के नबी इस्तगफार पढ़ते थे। नमाज अल्लाह की तारीफ के जुमले बोल रहे हैं, अल्हम्दुलिल्लाह रब्बिल आलमीन अर्रहमानिर रहीम। सजदे में जाके सुभान रब्बियल आला, सुभान रब्बियल अजीम, सब अल्लाह की तारीफ कर रहे हैं। सलाम फिर के क्या कर रहे हैं? अस्सलामु अलैकुम व रहमतुल्लाह, अल्लाहु अकबर, अस्तगफिरुल्लाह, अस्तगफिरुल्लाह, अस्तगफिरुल्लाह। अल्लाह मैंने तो नमाज पढ़ी, मैंने तो तेरी तारीफ की, लेकिन तेरी जात इतनी ऊंची है कि मैंने ऐसी नहीं की जैसा करना चाहिए था, इसलिए अल्लाह मुझे माफ कर। ഒരു മനുഷ്യൻ നമസ്കാരത്തിൽ അവന്റെ എല്ലാ വാക്കുകളും അള്ളാഹുവിന് സ്തുതി പാടുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇങ്ങനെ ഫാത്തിഹയുടെ വാക്കുകളാകട്ടെ, ഇനി റുക്കൂലാകട്ടെ, സുജൂദിലാകട്ടെ, സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദി, ഇങ്ങനെ പൂർണ്ണമായി നമസ്കാരത്തിന്റെ എല്ലാ ഓരോ വാക്കുകളും അള്ളാഹുവിന്റെ സ്തുതി വർണ്ണനകളാണ്. പക്ഷെ അയാൾ നമസ്കാരം പിരിയുന്ന സമയത്ത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞ അല്ലാഹു അക്ബർ, പിന്നെ എന്താണ് അയാൾ പറയുന്നത്? അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹു നീ പുറത്തു തരണമാണെന്ന് പറയുന്നത്. तो दोस्तों और बुजुर्गों, अल्लाह को दुनिया में देख नहीं सकते, लेकिन फरमाया लुक एट हिज क्रिएशन एंड रिकॉग्नाइज द क्रिएटर। कुरान कहता है उलाइका हुम उलुल अलबाब, these are the intelligent people, these are the people with brains who look at the creation and recognize their creator. അതുകൊണ്ട് സഹോദരന്മാരെ, അള്ളാഹുവിനെ നമുക്ക് ഭൂമിയിൽ വെച്ച് കാണാൻ സാധിക്കില്ല. നമ്മൾ എന്താണ് ചെയ്യുന്നത്? അള്ളാഹുവിന്റെ സൃഷ്ടികളെ നോക്കി സൃഷ്ടാവിനെ മനസ്സിലാക്കണം, ക്രിയേഷൻസിലേക്ക് നോക്കി ക്രിയേറ്ററെ മനസ്സിലാക്കണം. അവരെ കുറിച്ചാണ് അള്ളാഹു തആല ഖുർആൻ ശരീഫിൽ പറഞ്ഞത്, അവരാണ് യഥാർത്ഥത്തിൽ ബുദ്ധിമാന്മാർ. इन आंखों को इस्तेमाल करके अल्लाह को मखलूक को देखो और फिर उस पैदा करने वाले को पहचानो. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ കണ്ണുകളെ ഉപയോഗിച്ച് സൃഷ്ടികളിലേക്ക് നോക്കി, എന്നിട്ട് ആ സൃഷ്ടികളുടെ സൃഷ്ടാവായ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കി. एक आर्किटेक्चरल वंडर किसी ने बनाया, जबरदस्त बिल्डिंग बनाया, आर्किटेक्चरल वंडर बनाया उसने, तो उस बिल्डिंग को देखकर आदमी समझता है कि इसके बनाने वाला इंजीनियर बड़ा केपेबल है. ഒരു ആർക്കിടെക്ചറൽ വണ്ടർ എന്താണ്? ഒരു ആർക്കിടെക്ചർ ഒരു വലിയ നല്ല രൂപത്തെ ഒരാൾ കണ്ടു. ആ ബിൽഡിംഗ് കണ്ടിട്ട് പിന്നെ ആ മനുഷ്യൻ കാണുന്ന ആൾ പറയുന്ന എന്താണ്? ഇത് ഉണ്ടാക്കിയ ആർക്കിടെക്ട് എത്ര വലിയ ആളായിരിക്കും. आर्ट को देखकर आर्टिस्ट की पहचान होती है कि कैसी सलाहियत वाला है. ഒരു ആർട്ട് കണ്ട് ആർട്ടിസ്റ്റിനെ മനസ്സിലാക്കുന്നു, അതിന്റെ അയാളുടെ കഴിവിനെ മനസ്സിലാക്കുന്നു. यूं फरमाया क्रिएशन को देखकर क्रिएटर को पहचानो. അതുകൊണ്ട് സഹോദരന്മാരെ, ക്രിയേഷൻസിനെ സൃഷ്ടികളെ നോക്കി സൃഷ്ടാവിനെ മനസ്സിലാക്കുക. ये पहला सब्जेक्ट है कुरान का. ഇതാണ് ഖുർആൻ ഷരീഫിന്റെ ഒന്നാമത്തെ സബ്ജക്ട്. Recognize your creator.
Recognize your creator. നിങ്ങളുടെ സൃഷ്ടാവിനെ മനസ്സിലാക്കുക. Love your creator. നിങ്ങളുടെ സൃഷ്ടാവിനെ നിങ്ങൾ സ്നേഹിക്കും. Fear your creator. നിങ്ങളുടെ സൃഷ്ടാവിനെ നിങ്ങൾ ഭയപ്പെടും. And trust your creator. എന്നിട്ട് ആ സൃഷ്ടാവിൽ നിങ്ങൾ വിശ്വാസം അർപ്പിക്കും. से मोहब्बत करो. ആ അല്ലാഹുവിനെ സ്നേഹിക്കും. उसके बड़े एहसानात हैं. ആ അല്ലാഹുവിന്റെ വലിയ കരുണ നമ്മുടെ മുകളിലുണ്ട്. बड़े फेवर्स हैं. Love him. അല്ലാഹുവിന്റെ ധാരാളം അനുഗ്രഹങ്ങൾ നമ്മുടെ മുകളിലുണ്ട്. बड़ा पावरफुल है. Fear him. അല്ലാഹുവിന് വലിയ ശക്തിയുണ്ട്, അതുകൊണ്ട് അവനെ ഭയപ്പെടും. ये ईमान है. ഇതാണ് ഈമാൻ എന്ന് പറയുന്നത്. ईमान is between fear and love. ഈമാൻ എന്ന് പറയുന്നത് അത് സ്നേഹത്തിന്റെയും ഭയത്തിന്റെയും ഇടയിലാണ്. Love of Allah, fear of Allah, la ilaha illallah. Love of Allah, fear of Allah, la ilaha illallah. ये हमारा पहला सब्जेक्ट है. ഇതാണ് ഒന്നാമത്തെ സബ്ജക്ട്. सारे नबी आकर अल्लाह का तारुफ कराते थे. എല്ലാ നബിമാരും വന്ന് ലോകത്ത് മനുഷ്യർക്ക് അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുത്തു. इंट्रोड्यूस कराते थे अल्लाह को. അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുമായിരുന്നു. या अय्युहल मुद्दस्सिर कुम फअंदिर वरब्बक फकब्बिर वरब्बक फकब्बिर. Introduce the greatness of the sustainer who sustains you. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഷരീഫിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, എന്താണ്? തങ്ങളെ എഴുന്നേൽക്കുക, എന്നിട്ട് തങ്ങളുടെ റബ്ബിനെ, തങ്ങളെ പരിപാലിക്കുന്ന ആളെ പരിചയപ്പെടുത്തി കൊടുക്കും. अल्लाह को इंट्रोड्यूस कराना. അല്ലാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കും. कोई चीफ गेस्ट होता है तो आदमी उस चीफ गेस्ट को ऑडियंस के सामने इंट्रोड्यूस करता है. ഒരു ചീഫ് ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഒരാൾ എന്ത് ചെയ്യും? ആ ചീഫ് ഗസ്റ്റിനെ ആൾക്കാരുടെ മുമ്പിൽ പരിചയപ്പെടുത്തി കൊടുക്കും. कोई स्पीकर होता है तो उसके प्रेजेंटेशन से पहले उसके अचीवमेंट्स को प्रेजेंट करने वाले के आने से पहले वो स्टेज पर जो होता है वो उसको इंट्रोड्यूस कराता है, इसकी ये डिग्रियां हैं. ഒരു സ്പീക്കർ ഒരു പ്രസന്റേഷൻ വന്നു കഴിഞ്ഞാൽ അയാൾ പ്രസന്റേഷൻ ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? ഒരാൾ അയാളുടെ മുഴുവൻ അച്ചീവ്മെന്റ്സും ആ ഓഡിയൻസിന് പരിചയപ്പെടുത്തി കൊടുക്കും. नबी आकर के इंसानों के सामने अल्लाह की बड़ाई बयान करते थे. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് മനുഷ്യരുടെ മുമ്പിൽ അല്ലാഹുവിന്റെ വലിപ്പത്തെ കുറിച്ച് ജനങ്ങളോട് പറയുകയാണ്. अल्लाह का शुक्र है हम सब वन्नेस ऑफ अल्लाह को मानते हैं. അല്ലാഹുവിന്റെ വലിയ കരുണയാണ്, നമ്മൾ അല്ലാഹുവിന്റെ ഏകത്വം, വൺനെസ് നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. कुछ बेवकूफ ऐसे भी हैं जो वन्नेस को नहीं मानते. ധാരാളം വിഡ്ഢികളുണ്ട്, അവർ അല്ലാഹുവിന്റെ ഏകത്വത്തെ അംഗീകരിക്കുന്നില്ല. कोई कहते हैं 360 हैं, അവർ ചിലർ പറയും 360 ആൾക്കാരുണ്ട്, तो कोई कहते हैं 3 हैं. ചിലർ പറയും 3 ഉണ്ട്. अल्लाह का शुक्र है हम एक को मानते हैं. അല്ലാഹുവിന്റെ വലിയ കരുണയാണ് നമ്മൾ अरे एक कार को 2 ड्राइवर एट ए टाइम नहीं चला सकते तो एक दुनिया को 2 खुदा कैसे चला सकते हैं? സഹോദരന്മാരെ, ഒരു കാർ 2 ഡ്രൈവേഴ്സിന് ഒരുമിച്ച് ഓടിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞതുപോലെ ഈ വലിയ ദുനിയാവിനെ 2 ആൾക്കാർ എങ്ങനെ ഓടിക്കും? एक कार के ड्राइविंग साइड में 2 ड्राइवर बैठ गए. ഒരു കാറിന്റെ ഒരു ഡ്രൈവിംഗ് സീറ്റിൽ 2 ആൾക്കാർ ഇരുന്ന്, एक्सेलरेटर एक के पैर पे और ब्रेक दूसरे के पैर पे. ആക്സിലേറ്റർ ഒരാളുടെ കാലിന്റെ മുകളിൽ, ബ്രേക്ക് മറ്റൊരാളുടെ കാലിന്റെ മുകളിൽ. एक ड्राइवर राइट की तरफ ले रहा है, दूसरा ड्राइवर लेफ्ट की तरफ ले रहा है. ഒരാൾ റൈറ്റിലേക്ക് ഓടിക്കാണ്, മറ്റൊരാൾ ലെഫ്റ്റിലേക്ക് तो ഓടിക്കുകയാണ്. वो लोग गाड़ी चल सकती है? ആ വണ്ടി മുന്നോട്ട് പോവോ? 2 ड्राइवर का कॉन्सेप्ट जब एक कार में नहीं चलता, 100 खुदाओं का कॉन्सेप्ट एक दुनिया में कैसे चल सकता है? സഹോദരന്മാരെ, 2 ഡ്രൈവേഴ്സിന്റെ കോൺസെപ്റ്റ് ഒരു കാറിൽ നടക്കില്ലെങ്കിൽ 100 ദൈവങ്ങളുടെ കോൺസെപ്റ്റ് ഈ ഭൂമിയിൽ എങ്ങനെ നടക്കും? 100 बना लो, 500 बना लो, वह सब तुम्हारा इमेजिनेशन है. खुदा तो एक ही है और वही खालिक है और वही मालिक है. സഹോദരന്മാരെ, 100 ആക്കൻ 500 ആക്കൻ ഇതെല്ലാം നിങ്ങളുടെ ഇമാജിനേഷൻസും സങ്കല്പങ്ങൾ മാത്രമാണ്. പക്ഷേ നമ്മുടെ അല്ലാഹു സൃഷ്ടാവ് ഒന്ന് മാത്രമാണ്, ഒന്ന് മാത്രമാണ്. तो अल्लाह का शुक्र है कि हम वन को मानते हैं. वननेस ऑफ अल्लाह को हम सब मानते हैं. अल्लाह का शुक्र है. അല്ലാഹുവിന്റെ വലിയ കരുണയാണ്, നമ്മൾ അല്ലാഹുവിനെ ഏകനായിട്ട് അംഗീകരിക്കുന്നു, അല്ലാഹു മാത്രമാണെന്ന് അംഗീകരിക്കുന്നവരാണ് നമ്മൾ. लेकिन प्रॉब्लम है ग्रेटनेस ऑफ अल्लाह अभी अंदर उतरा नहीं है. പക്ഷെ സഹോദരന്മാരെ, ഗ്രേറ്റ്നെസ് ഓഫ് അല്ലാഹ്, അല്ലാഹുവിന്റെ മഹത്വം അത് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല. जब वो ग्रेटनेस उतर जाएगा ना तो ओबीडियंस आ जाएगा. അല്ലാഹുവിന്റെ മഹത്വം ഹൃദയത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ അനുസരണ വരും. जितना ग्रेट मानेंगे उतना ओबीडियंट बनेंगे. എത്ര നമ്മൾ അല്ലാഹുവിന്റെ മഹത്വത്തെ അംഗീകരിക്കുന്നു അത്ര കൂടുതൽ നമ്മൾ എന്താണ്? അല്ലാഹുവിനെ അനുസരിക്കുന്നവരായിട്ട് മാറും. जितना पहचान लेंगे उतना फर्माबरदारी करेंगे. അല്ലാഹുവിനെ എത്ര മനസ്സിലാക്കുന്നു, തിരിച്ചറിയുന്നു, അത്ര കൂടുതൽ അനുസരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. आज हम मानते हैं, पहचानते नहीं है. സഹോദരന്മാരെ, നമ്മൾ ഇന്ന് അംഗീകരിക്കുന്നുണ്ട്, പക്ഷെ അല്ലാഹുവിനെ തിരിച്ചറിഞ്ഞിട്ടില്ല. हमारा ताल्लुक हमारे रब से, हमारे क्रिएटर से एक स्ट्रेंजर का हो गया है. നമ്മളും അല്ലാഹുമായിട്ടുള്ള ബന്ധം ഒരു അന്യമായ ബന്ധമായി പോയി, ഒരു സ്ട്രേഞ്ചറിന്റെ ബന്ധമായി പോയി. बोलो स्ट्रेंजर से बातें करते हुए मजा आएगा? നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരാളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് രസമുണ്ടാവോ? You enjoy talking to a stranger or you enjoy talking to a friend? നിങ്ങൾ ഒരു അന്യനോട്, തീരെ പരിചയമില്ലാത്ത ഒരാളോട് സംസാരിക്കുമ്പോഴാണോ നിങ്ങൾക്ക് രസം ഉണ്ടാവുക, അല്ല സ്വന്തം ഒരു കൂട്ടുകാരനോട് സംസാരിക്കുമ്പോഴാണോ രസം ഉണ്ടാവുക? പറയും.
देखो बच्चा बोल रहा है कि दोस्त से बात करने में मजा आता है. ചെറിയ കുട്ടി പറയുന്നുണ്ട് കൂട്ടുകാരോട് സംസാരിക്കുമ്പോഴാണ് രസം എന്ന്. नमाज में आदमी अल्लाह से बातें करता है. നമസ്കാരത്തിൽ ഒരു മനുഷ്യൻ അല്ലാഹുവിനോടാണ് സംസാരിക്കുന്നത്. हजरत अली रज़ी अल्लाह तआला फरमाया करते थे, जब मेरा जी चाहता कि मैं अल्लाह से बातें करूं तो नमाज में मशगूल हो जाता, जब मेरा जी चाहता कि अल्लाह मुझसे बातें करे तो कुरान पढ़ने में मशगूल हो जाता. അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എനിക്ക് എപ്പോഴെങ്കിലും ഹൃദയത്തിൽ ആഗ്രഹമുണ്ടായി അള്ളാഹുവിനോട് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ടായി കഴിഞ്ഞാൽ ഞാൻ നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടും. എപ്പോഴെങ്കിലും അള്ളാഹു എന്നോട് സംസാരിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായി കഴിഞ്ഞാൽ ഞാൻ ഖുർആൻ ശരീഫ് ഓതും. स्ट्रेंजर से बातें करने में मजा नहीं आता. അവിടെ അന്യ ആൾക്കാരോട്, പരിചയമില്ലാത്ത ആൾക്കാരോട് സംസാരിക്കുമ്പോൾ രസം ഉണ്ടാവില്ല. अगर नमाज में मजा नहीं आ रहा है तो इसका मतलब यह है कि हमारा रिलेशनशिप विद अल्लाह इज लाइक ए स्ट्रेंजर एंड नॉट लाइक ए फ्रेंड. സഹോദരന്മാരെ, അഥവാ നമുക്ക് നമസ്കാരത്തിൽ രസം കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഭയപ്പെടണം, മനസ്സിലാക്കണം. അതായത് നമ്മളും അള്ളാഹുമായിട്ടുള്ള ബന്ധം ഒരു പരിചയമില്ലാത്ത ആളുമായിട്ടുള്ള ബന്ധം പോലെയാണ്, ഒരു സ്ട്രേഞ്ചറുമായിട്ടുള്ള ബന്ധം പോലെയാണ്. स्ट्रेंजर से कितने घंटे बात करेंगे? ഒരു സ്ട്രേഞ്ചറോട്, പരിചയമില്ലാത്തവരോട് നിങ്ങൾ എത്ര മണിക്കൂർ സംസാരിക്കും? यस नो गो, യെസ് നോ ഗോ. कोई उन्वान नहीं आता है दिमाग में. സംസാരിക്കാൻ വേണ്ടി വിഷയങ്ങളൊന്നുമില്ല. और दोस्त जब बैठ जाता है तो कितनी बातें करता है, क्या क्या उन्वानात आते हैं, क्या क्या टॉपिक्स, रात गुजर जाती है और बात पूरी नहीं होती. കൂട്ടുകാരോട് സംസാരിക്കുന്ന സമയത്ത് ഒരു ടോപ്പിക്കിന് ശേഷം മറ്റൊരു ടോപ്പിക്, ഇങ്ങനെ ടോപ്പിക്കുകൾ വന്നുകൊണ്ടിരിക്കും. രാത്രി മുഴുവൻ കഴിഞ്ഞു പോകും, സമയം പോകുന്ന അറിയില്ല. तो ये पहला सब्जेक्ट है हमारा. बोलो सीखेंगे इसको इंशाल्लाह. ഇതാണ് ഖുർആൻ ഷരീഫിന്റെ ഒന്നാമത്തെ സബ്ജക്ട്. എല്ലാരും പഠിക്കാൻ തയ്യാറാണോ? कौन कौन सीखेंगे? ആരൊക്കെ പഠിക്കും ഇൻഷാല്ലാ പറയും. दूसरा सब्जेक्ट क्या है? ഇനി രണ്ടാമത്തെ സബ്ജക്റ്റിലേക്ക് വരാം. दूसरा सब्जेक्ट है शरीयत, रिसालत. രണ്ടാമത്തെ സബ്ജക്റ്റ് ആണ് റിസാലത്ത്. शरीयत, रिसालत क्या है? शरीयत है റിസാലത്ത് എന്താണെന്ന് ശരീഅത്താണ്. जिंदगी गुजारने का वो पाकीज़ा, नॉट ओनली पाकीज़ा, वो प्रिस्क्राइब्ड and preferred and beloved way of life given by the creator. ശരീഅത്ത് എന്താണ്? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രിസ്ക്രൈബ് ചെയ്ത, അല്ലാഹു തആല പ്രിഫർ ചെയ്യുന്ന വ്യക്തമായ അല്ലാഹുവിന് ഇഷ്ടമുള്ള വഴിയാണ് ശരീഅത്ത് എന്ന് പറയുന്നത്. उनको रास्ता दे दो, उनको जोर से पेशाब आ रहा है. അവർക്ക് പോയിക്കോട്ടെ ഇൻഷാല്ലാ. जी क्या बता रहा था मैं? ഒന്ന് പോണതേ പോയിക്കോളൂ, പെട്ടെന്ന് പോയിക്കോളൂ. जी बाकी साथी करीब आ जाओ. ബാക്കി ആൾക്കാർ അടുത്ത് വരും ഇൻഷാല്ലാ. जी क्या बता रहा था मैं? എന്താണ് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്? ശരീഅത്ത് എന്താണ്? जिंदगी गुजारने का वो पाकीज़ा तरीका, ജീവിക്കാനുള്ള ഏറ്റവും പരിശുദ്ധമായ വഴിയാണത്. रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम का तरीका. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഴിയാണ്. वो अपना तरीका नहीं है, वो अल्लाह की तरफ से दिया गया है. അത് നമ്മളുടെ വഴിയല്ല, പക്ഷെ അല്ലാഹുവിനാൽ നൽകപ്പെട്ട വഴിയാണ്. जिंदगी अल्लाह ने दी है तो जिंदगी गुजारने का तरीका भी अल्लाह देगा. ജീവിതം നൽകിയത് അല്ലാഹുവാണ്. അതുകൊണ്ട് എങ്ങനെയാണ് ജീവിക്കേണ്ടത് ഈ വഴിയും അല്ലാഹുവാണ് നമുക്ക് കാണിച്ചു നൽകുന്നത്. मशीन कंपनी ने बनाई है तो मशीन को इस्तेमाल करने का तरीका भी कंपनी ही बताएगी. മെഷീൻ ഉണ്ടാക്കിയത് കമ്പനിയാണ്. അതുകൊണ്ട് മെഷീൻ എങ്ങനെ ഉപയോഗിക്കണം, അതിന്റെ കാറ്റലോഗ്, അത് ഉപയോഗിക്കാനുള്ള രീതി അതും കമ്പനിയാണ് തരുന്നത്. आंख अल्लाह ने बताई है, वो दिखाएगा कैसे इस्तेमाल करना है. ആ കണ്ണ് തന്നത് അല്ലാഹുവാണ്. അത് എങ്ങനെ ഉപയോഗിക്കണം അല്ലാഹു പറയും. जुबान अल्लाह ने दी है, वो बताएगा कैसे इस्तेमाल करना है. നാവ് നൽകിയത് അല്ലാഹുവാണ്. അത് എങ്ങനെ ഉപയോഗിക്കണം അത് അല്ലാഹു പറഞ്ഞു തരണം. हाथ अल्लाह ने बनाया है, वो बताएगा कैसे इस्तेमाल करना चाहिए. കൈ നൽകിയത് അല്ലാഹുവാണ്. അത് എങ്ങനെ ഉപയോഗിക്കണം അല്ലാഹു പറയും. जिस्म अल्लाह ने दिया है, वो बताएगा कैसे कपड़े पहनना चाहिए. ശരീരം നൽകിയത് അല്ലാഹുവാണ്. ഈ ശരീരത്തിൽ എങ്ങനെ വസ്ത്രം ധരിക്കണം ഇത് അല്ലാഹുവാണ് നമുക്ക് പറഞ്ഞു തരേണ്ടത്. पूरा इस्लाम दो चीजें हैं. അതുകൊണ്ട് മുഴുവൻ ഇസ്ലാം രണ്ട് കാര്യങ്ങളാണ്. Do this, don't do this. ഇത് ചെയ്യണം, ഇത് ചെയ്യാൻ പാടില്ല. Do's and don'ts. Do's and don'ts. Do this, don't do this. Do this, don't do this. ഇത് ये तो सब ചെയ്യാൻ जानते പാടില്ല. हैं. Do this, don't do this. Eat this, don't eat this. ഇത് കഴിക്കാൻ പാടില്ല. See this, don't see this. ഇത് കാണാൻ പാടില്ല. Think about this and don't even imagine about it. ഇതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കോ, പക്ഷെ ഇതിനെ കുറിച്ച് ചിന്തിക്കാനോ ഊഹിക്കാനോ ചെയ്യാനോ പാടില്ല. ये जिंदगी गुजारने का तरीका. ഇതാണ് ജീവിക്കാനുള്ള വഴി എന്ന് और പറയുന്നത്. जितने डूज हैं इस्लाम में वो इंसान और इंसानियत के लिए डायरेक्टली और इनडायरेक्टली नफे की चीज है. സഹോദരൻ, എന്തെല്ലാം കാര്യങ്ങൾ അല്ലാഹുവിൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടോ, ഡൂസ് ഉണ്ടോ, ഇത് മനുഷ്യ സമൂഹത്തിന്റെ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ഉള്ള നന്മക്ക് വേണ്ടിയാണ്. और जितने डोंट्स हैं अल्लाह की तरफ से वो इंसान और इंसानियत के लिए डायरेक्टली और इनडायरेक्टली जबरदस्त नुकसान की चीज है. സഹോദരൻ, എന്തെല്ലാം ഡോൺസ് ഉണ്ടോ, എന്തെല്ലാം കാര്യങ്ങൾ അല്ലാഹുവിൽ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ,
ഈ കാര്യങ്ങളെല്ലാം മനുഷ്യ സമൂഹത്തിന് ഏതെങ്കിലും രീതിയിൽ വലിയ ആപത്തും പ്രയാസവും ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. जैसे डॉक्टर के पास जाते हैं तो डॉक्टर 2 चीजें देता है, ഡോക്ടർ അടുത്ത് പോകുന്ന സമയത്ത് ഡോക്ടർ സാധാരണ 2 കാര്യങ്ങൾ നൽകും. एक दवा, दूसरा परहेज, एक प्रिस्क्रिप्शन और दूसरा പ്രിക്കോഷൻ. സാധാരണ ഒരു ഡോക്ടർ അടുത്ത് പോയി കഴിഞ്ഞാൽ ഡോക്ടർ 2 കാര്യങ്ങൾ നൽകും. ഒന്ന് പ്രിസ്ക്രിപ്ഷൻ, മരുന്നുകൾ എഴുതി തരും ഇത് കഴിക്കാൻ വേണ്ടി. മറ്റൊന്ന് പ്രിക്കോഷൻസ്, പഥ്യം നൽകും. ഇത് ചെയ്യാൻ പാടില്ല, ഇത് കുടിക്കാൻ പാടില്ല എന്നൊക്കെ പറയും. Eat this tablets and don't eat this. ഈ ഗുളിക കഴിക്കും, പക്ഷെ ഇത് കഴിക്കാൻ പാടില്ല. Do this and don't do this. डॉक्टर यही कहता है. ഇത് ചെയ്തോ, ഇത് ചെയ്യാൻ പാടില്ല. ഇതാണ് ഡോക്ടർ പറയുന്നത്. डॉक्टर को पेशेंट से नफरत नहीं होती, बल्कि पेशेंट के नफे के लिए डॉक्टर का प्रिस्क्रिप्शन होता है. സാധാരണ ഡോക്ടേഴ്സിന് രോഗികളോട് വെറുപ്പൊന്നുമില്ല, പക്ഷെ ഡോക്ടർ ഇത് പറയുന്നത് ആ രോഗിയുടെ നന്മക്ക് വേണ്ടിയിട്ട്. तो अल्लाह के अहकामात बंदों के नफे के लिए है. അതുകൊണ്ട് സഹോദരനെ, അള്ളാഹുവിന്റെ കൽപ്പനകൾ മനുഷ്യന്റെ നന്മക്ക് വേണ്ടിയാണ്. और जिन चीजों से अल्लाह ने मना किया है उसमें इंसानों का बड़ा नुकसान है. ഏതെല്ലാം കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നിരോധിച്ചിട്ടുണ്ടോ അതിലെല്ലാം വലിയ നഷ്ടമുണ്ട്. तो जो नबी के तरीके पर चलेगा इंशाअल्लाह वो कामयाब हो जाएगा. ആരെല്ലാം നബിമാരുടെ വഴിയിൽ കൂടി യാത്ര ചെയ്യോ അവരെല്ലാം വിജയിക്കും. गैरों के पास हाजतें हैं, उन हाजतों को पूरा करने का तरीका नहीं है. हमारे पास हाजतें भी हैं और हाजतों को पूरा करने का तरीका नबी ने बताया है. नहीं, हमारे पास, उनके पास हाजतें हैं लेकिन तरीका नहीं है. हमारे पास हाजतें भी हैं और तरीका भी है. സഹോദരന്മാരെ, മുസ്ലിങ്ങൾ അല്ലാത്തവർക്ക് അവർക്ക് ജീവിക്കാനുള്ള ആഗ്രഹങ്ങൾ ധാരാളമുണ്ട്, ആവശ്യങ്ങളുണ്ട്. പക്ഷെ ഈ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും എങ്ങനെ പൂർത്തിയാക്കണം അത് അവരുടെ മുമ്പിലില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ അതേ സമയത്ത് നമുക്ക് അതെങ്ങനെ പൂർത്തിയാക്കണം എന്നുള്ള വഴിയെ കുറിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. खाना जानवर भी खाता है, खाना गैर मुस्लिम भी खाता है और खाना मुसलमान भी खाता है. लेकिन मुसलमान नबी के तरीके पर खाता है तो उसका खाना इबादत है और अल्लाह उस पर सवाब देते हैं. സ്വരമരെ ഭക്ഷണം അത് മൃഗങ്ങളും കഴിക്കുന്നുണ്ട്, മുസ്ലിമീങ്ങൾ എല്ലാത്തരും കഴിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ മുസ്ലിമുകൾ കഴിക്കുന്നു, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ അനുസരിച്ച് കഴിക്കുന്നു. ആ കഴിക്കുന്ന ചര്യയുടെ പേരിൽ അതൊരു ഇബാദത്തായിട്ട് മാറും. खाना पेशाब जानवर भी करता है टांग उठा के, और पेशाब गैर मुस्लिम भी करता है खड़े होकर, और पेशाब मुसलमान भी करता है नबी के तरीके पर. वो पेशाब करना अल्लाह को इतना पसंद आता है कि उस पेशाब करने के तरीके पर अल्लाह सवाब देते हैं जैसे नमाज पर सवाब देते हैं. സഹോദരന്മാരെ, മൃഗങ്ങൾ മൂത്രമൊഴിക്കാറുണ്ട്, അമുസ്ലിമീങ്ങളും മൂത്രമൊഴിക്കാറുണ്ട്, നമ്മളും മൂത്രമൊഴിക്കാറുണ്ട്. മൃഗങ്ങൾ ഒഴിക്കുന്ന സമയത്ത് കാല് പൊക്കി ഒഴിക്കുന്നു, അമുസ്ലിമീങ്ങൾ അവർ നിന്നുകൊണ്ട് ഒഴിക്കുന്നു. നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച രീതിയിൽ കൂടി ഒഴിക്കുന്നു. നമ്മൾ ഒഴിക്കുന്ന രീതിയുടെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രതിഫലം നൽകുന്നു. ഏതുപോലെ നമ്മൾ നമസ്കരിക്കുന്നതിൽ ഇബാദത്തുകൾ ചെയ്യുന്നതിന്റെ പേരിൽ പ്രതിഫലം നൽകുന്നു. तो दोस्तों और बुजुर्गों, दीन क्या है? जिंदगी गुजारने का, इट्स ए पार्ट ऑफ लाइफ नहीं है, इट्स ए वे ऑफ लाइफ. അതുകൊണ്ട് സഹോദരന്മാരെ, ദീൻ എന്താണ്? ഇറ്റ്സ് നോട്ട് എ പാർട്ട് ഓഫ് ലൈഫ്, അത് ജീവിതത്തിന്റെ ഭാഗമല്ല, ബട്ട് ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ്. അത് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ള ഒരു പരിപൂർണമായ രീതിയാണ്. हमने उसको पार्ट ऑफ लाइफ बना दिया. നമ്മൾ ദീനിനെ എന്താക്കി? പാർട്ട് ഓഫ് ലൈഫ് ആക്കി, ജീവിതത്തിന്റെ ഒരു ഭാഗം പോലെ മനസ്സിലാക്കി. Mr. Islam, I love you very much. You please be in the mosque. I will come and meet you on Fridays. ചിലർ പറയും, മിസ്റ്റർ ഇസ്ലാം, ഞാൻ നിന്നെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു, ഞാൻ നിന്നെ എന്താക്കാം, എല്ലാ വെള്ളിയാഴ്ച ദിവസവും പള്ളിയിൽ വന്നിട്ട് കണ്ടോളാം. Mr. Islam, I love you very much. I'll come and meet you 5 times daily. Don't come with me to the college. Don't come with me to the marriage. There I am Salman Khan. മിസ്റ്റർ ഇസ്ലാം നമ്മൾ പറയും, ഞാൻ എല്ലാ ദിവസവും 5 നേരം പള്ളിയിൽ വന്നിട്ട് കണ്ടോളാം നിന്നെ. പക്ഷെ നീ എന്റെ കൂടെ കല്യാണത്തിന് വരാൻ വേണ്ടി പാടില്ല, നീ എന്റെ കൂടെ കോളേജിൽ വരാൻ വേണ്ടി പാടില്ല. അവിടെ ഞാൻ സൽമാൻ ഖാനാണ്. इस मुबारक तरीके को कॉलेजों में लेके जाओ. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ ദീനിന്റെ മുബാറക്കായ വഴിയെ കോളേജുകളിൽ കൊണ്ടുപോകും. इस जिंदगी गुजारने के मुबारक तरीके को अपनी ऑफिसों में लेके जाओ. ഈ ജീവിക്കാനുള്ള ഈ മുബാറക്കായ വഴിയെ നമ്മൾ ഓഫീസുകളിൽ കൊണ്ടുപോകും. बिजनेस करने के इस्लामी तरीके को बिजनेस की दुनिया में लेकर के जाओ. देखो ऐसे कैसे अल्लाह कामयाब करेंगे. ബിസിനസ് എങ്ങനെയാണ് ഇസ്ലാമികമായിട്ട് ചെയ്യേണ്ടെന്നുള്ള രീതി ബിസിനസിന്റെ ലോകത്ത് ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുപോയി ലോകത്തിന് കാണിച്ചു കൊടുക്കണം. എങ്ങനെയാണ് ബിസിനസ് ചെയ്യേണ്ടത്? इसमें नूर है, इसमें हिदायत है. അതിൽ പ്രകാശമുണ്ട്, അതിൽ ഹിദായത്ത് ഉണ്ട്. तो दोस्तों और बुजुर्गों, इस पाकीज़ा जिंदगी को लेकर के इंशाअल्लाह दिखाना है और डेमोन्स्ट्रेट करना है. അതുകൊണ്ട് സഹോദരൻ, ഈ പരിശുദ്ധമായ ജീവിത വ്യവസ്ഥയെ ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ എന്തെങ്കിലും ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കണം, ജീവിച്ച് കാണിച്ചു കൊടുക്കണം. एक जमात इंग्लैंड में पैदल जा रही थी. ഒരു ജമാഅത്ത് ഇംഗ്ലണ്ടിൽ നടന്നു പോവുകയായിരുന്നു.
वो अपना टेंट लेके जाते हैं। അവർ അവരുടെ ടെന്റുകൾ എടുത്തിട്ടാണ് പോയത്. जहां एक मुसलमान भी रहता है, उसकी एक घर है, तो वहां वो 24 घंटे गुजारते हैं। എവിടെയെങ്കിലും ഒരു മുസ്ലിമിന്റെ വീടുണ്ടെങ്കിൽ അവിടെ അവർ എന്ത് ചെയ്യും? 24 മണിക്കൂർ സമയം ചെലവഴിക്കും. मुसलमान नहीं भी है तो वहां 24 घंटे अमल करते हैं। അഥവാ മുസ്ലിമുകൾ ഇല്ലെങ്കിലും അവിടെ 24 മണിക്കൂർ എന്ത് ചെയ്യും? അമലുകൾ ചെയ്യും. तो पैदल जमात जा रही थी, ഒരു പൈതൽ നടന്ന് പരിശ്രമിക്കുന്ന ജമാഅത്ത് പോവായിരുന്നു. जाते जाते पानी की जरूरत पड़ी। നടന്ന് പോകുന്ന സമയത്ത് വെള്ളത്തിന് ആവശ്യം വന്നു. दूर टैंक में पानी नजर आ रहा था, ദൂരെ ഒരു ടാങ്കിൽ വെള്ളം കണ്ടു. तो अमीर साहब ने एक साथी को भेजा, जाओ पानी लेके आओ। അമിത് സാബ് ഒരാളെ അയച്ചിട്ട് പറഞ്ഞു വെള്ളം तो കൊണ്ടുവരും. वो गए, तो वहां अंग्रेज था, वो पानी बाग को पानी दे रहा था। അപ്പൊ അവിടെ പോയ സമയത്ത് ഒരു വെള്ളക്കാരൻ, അദ്ദേഹം എന്താണ്, അദ്ദേഹത്തിന്റെ തോട്ടത്തിൽ വെള്ളം उसने അടിച്ചുകൊണ്ടിരിക്കുക. कहा वी वांट वाटर, അദ്ദേഹം ചോദിച്ചു വെള്ളം വേണോ ചോദിച്ചു. तो बड़ा खुश हुआ, पानी डाल के दिया। അപ്പൊ ചോദിച്ചപ്പോ എന്തായി? വെള്ളം കൊടുത്തു. तो जो जमात का साथी था वो बैठकर बिस्मिल्लाह बोल के पानी पिया। ആ ജമാഅത്തിലെ കൂട്ടുകാരൻ എന്താക്കി? ഇരുന്നിട്ട് ബിസ്മില്ലാ എന്ന് പറഞ്ഞിട്ട് വെള്ളം കുടിച്ചു. वो देख रहा था, അപ്പൊ അദ്ദേഹം നോക്കുകയാണ് വെള്ളക്കാരൻ. व्हाट आर यू डूइंग? ചോദിച്ചു, നീ എന്താണ് ചെയ്യുന്നത്? व्हाट आर यू मरमरिंग? നിങ്ങൾ എന്താണ് മർമർ പിരിവ് പറയുന്നത്? तो फिर इसने समझाया कि हमारे नबी ने हमें पानी पीने का तरीका दिखाया है। हम बैठ के पीते हैं, सर ढांक के पीते हैं, पीने से पहले बिस्मिल्लाह बोलते हैं, 3 सांस में पीते हैं, देख के पीते हैं, और पीने के बाद जिसने पिलाया उसकी तारीफ करते हैं, अल्हम्दुलिल्लाह कहते हैं। ये पानी पीने का हमारा तरीका है। അപ്പൊ ഇദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു നീ എന്താണ് പിറുപിറുക്കുന്നത്? അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു, ഞാനിത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ നബി കാണിച്ചിരുന്ന വഴിയാണ് എങ്ങനെ വെള്ളം കുടിക്കണം. ഇരുന്ന് കുടിക്കും, തലമറിച്ച് കുടിക്കും, നോക്കി കുടിക്കും, മുറുക്കായി കുടിക്കും. അതുപോലെ അവസാനം വെള്ളം കുടിച്ചതിന് ശേഷം ഈ വെള്ളം തന്ന അള്ളാഹുവിനെ ഞാൻ എന്താക്കും? സ്തുതിക്കും. Wonderful! Your religion teaches you how to drink water. അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു, വണ്ടർഫുൾ, വലിയ കാര്യമാണ്. നിന്റെ മതം നിനക്ക് എങ്ങനെയാണ് വെള്ളം കുടിക്കുന്നതും പഠിപ്പിച്ചു തരുന്നുണ്ടോ? तो इसने जमात के साथी ने कहा, उसी जिंदगी को सीखने के लिए हम जमात में निकले। ആ സമയത്ത് ഈ കൂട്ടുകാരൻ പറഞ്ഞു അദ്ദേഹത്തോട്, ആ ഇംഗ്ലീഷുകാരനോട് പറഞ്ഞു, ഈ ജീവിതം പഠിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പുറപ്പെട്ടിരിക്കുന്നത്. बड़ा मुतासिर हुआ वो। അപ്പൊ ആ മനുഷ്യൻ അത് വലിയൊരു പ്രതിഫലനം उसने ഉണ്ടാക്കി. कहा, कैन आई ऑल्सो ज्वाइन यू? അപ്പൊ ആ മനുഷ്യൻ ചോദിച്ചു, എനിക്കും നിങ്ങളുടെ കൂട്ടത്തിൽ വരാൻ പറ്റുമോ? तो why not? तो उसको ले लिए साथ में। അപ്പം പറഞ്ഞു, എന്തുകൊണ്ട് വന്നൂടാ, നിങ്ങളും വരും, കൂട്ടത്തിൽ കൊണ്ടുപോയി. उसने 24 घंटे मुसलमानों के माहौल में वक्त गुजारा। 24 മണിക്കൂർ ആ മനുഷ്യൻ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ കഴിഞ്ഞുകൂടി. इबादत का माहौल, खिदमत का माहौल, दुआओं का माहौल, कुरान सीखने सिखाने का माहौल, उस माहौल में उसने वक्त गुजारा उस अंग्रेज ने। 24 മണിക്കൂർ സമയം ഇബാദത്തിന്റെ, ഖിദ്മത്തിന്റെ, ദുആയുടെ, ദിക്റിന്റെ ആ മുസ്ലിമീങ്ങളുടെ ആ ഒരു ചുറ്റുപാടിനകത്ത്, മാഹൂലിനകത്ത് ആ മനുഷ്യൻ എന്താക്കി? സമയം കഴിച്ചുകൂട്ടി. 3 दिन गुजारा उसने। 3 ദിവസം കഴിച്ചുകൂട്ടി. 3 दिन के बाद कहने लगा, मुझे भी आपकी तरह बना दो, और वो मुसलमान हो गया। മൂന്നാമത്തെ ദിവസം മനുഷ്യൻ പറഞ്ഞു, എനിക്ക് നിങ്ങളെ പോലെ ആകണം, എനിക്ക് മുസ്ലിം ആകണം എന്ന് പറയുകയുണ്ടായി. नूर है, नबी के तरीके में नूर है, സഹോദരന്മാരെ, നബിതങ്ങളുടെ ചര്യയിൽ പ്രകാശമുണ്ട്, नबी के तरीके में हिदायत है, നബിതങ്ങളുടെ ചര്യയിൽ ഹിദായത്ത് ഉണ്ട്, नबी के तरीके में हिफाजत है। നബിതങ്ങളുടെ തരീഖിൽ ഹിഫാദത്ത്, പ്രൊട്ടക്ഷൻ ഉണ്ട്, സംരക്ഷണമുണ്ട്. ये जितने डोंट्स है ना, ये डोंट्स नहीं है, ये रुकावट नहीं है, ये हिफाजत है। സഹോദരന്മാരെ, എന്തെല്ലാം ഡോൺസ് നമ്മളോട് പറയുന്നുണ്ടോ, ഇതൊന്നും നമ്മൾ തടസ്സങ്ങളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പാടില്ല. ഇത് വലിയ സംരക്ഷണമാണ്. क्यों भाई, गाड़ी में जो ब्रेक है वो रुकावट का सामान है कि हिफाजत का सामान है? സഹോദരന്മാരെ, നമ്മുടെ വാഹനങ്ങളിൽ ഉണ്ടാകുന്ന ബ്രേക്ക് ഉണ്ടല്ലോ, അത് നമുക്ക് തടസ്സമാണോ അത് നമ്മുടെ സംരക്ഷണമാണോ? പറയുന്നത് എന്താണ്? കേൾക്കുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്? എന്താണത്? സംരക്ഷണമാണ്. ना? तड़सम नहीं। തടസ്സം നീ अरे तड़सम में संरक्षण है। ആ ബ്രേക്കിനകത്ത് എന്തുണ്ട്? സംരക്ഷണമുണ്ട്. रुकावट में अल्लाह ने हिफाजत को छुपा के रखा है। ആ തടസ്സത്തിനകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷണം വെച്ചിട്ടുണ്ട്. अल्लाह ने रोका है तो उसमें हिफाजत है। അള്ളാഹു ആണ് അത് നമുക്ക് തടഞ്ഞത്, അതുകൊണ്ട് നമുക്ക് എന്തുണ്ട്? അതിനകത്ത് സംരക്ഷണമുണ്ട്. लेकिन नफ्स जो है वो रुकावट को पसंद नहीं करता, नफ्स आजादी चाहता है। फ्रीडम छोड़ दो मुझे, आई वुड लाइक टू एंजॉय फ्रीडम। നമ്മുടെ നഫ്സ് ആഗ്രഹിക്കുന്നത് ഈ തടസ്സമല്ല, നമുക്ക് എൻജോയ് ചെയ്യണം. നമ്മുടെ നഫ്സ് എന്താണ്? നമുക്ക് ആസ്വദിക്കണം. ഇതാണ് നമ്മളോട് പറയുന്നത്. या ये नफ्स यूं कहता है कि मेरी गाड़ी को ब्रेक मत लगाओ, जिस गाड़ी में ब्रेक नहीं होगा उस गाड़ी का हशर क्या होगा? നഫ്സാകുന്ന വണ്ടി പറയുന്നത് എന്താണ്? എന്റെ വണ്ടിക്ക് ബ്രേക്ക് ഇടല്ലേ. ബ്രേക്ക് ഇല്ലാത്ത വണ്ടിന്റെ അവസ്ഥ എന്തായിരിക്കും? ब्रेक के बगैर गाड़ी कैसी रहेगी? ബ്രേക്ക് ഇല്ലാത്ത വണ്ടി എങ്ങോട്ട് പോകും? चलोगे? ഓടിക്കുവോ? ഇല്ല. नहीं भाई, ब्रेक है लेकिन फेल हो गया है। ബ്രേക്ക് ഉണ്ട്, ഫെയിൽ ആയി പോയി. फेल होके गाड़ी ब्रेक चल रही है। ഫെയിൽ ആയ ബ്രേക്കുള്ള വണ്ടിയോടുകൂടിയാണ് യാത്ര क्या होगा? बैठने वाला भी खतरे में। ഇരുന്ന ആൾക്കാരെല്ലാം അപകടത്തിലാണ്.
चलाने वाला भी खतरे में, गाड़ी भी खतरे में, रोड में जाने वाले भी खतरे में। आज मुसलमानों का ब्रेक खराब हो गया है, पूरी इंसानियत खतरे में पड़ी हुई है। സഹോദരന്മാരെ, വണ്ടി ബ്രേക്ക് ഇല്ലാതെ ഓടുന്ന സമയത്ത് ആ വണ്ടിയിലെ ആൾക്കാരുടെ കാര്യം കഷ്ടാണ്, വണ്ടിയുടെ കാര്യവും കഷ്ടാണ്, ഇനി ആ റോഡിലെ ആൾക്കാരുടെ കാര്യം കഷ്ടാണ്. तो बोलो മുസ്ലിമീങ്ങളുടെ ജീവിതം ബ്രേക്ക് നഷ്ടപ്പെട്ടു പോയ സമയത്ത് മുഴുവൻ മനുഷ്യരുടെ അവസ്ഥയും കഷ്ടത്തിലായി. तो बोलो नबी के तरीके पे जिंदगी गुजारेंगे इंशाल्लाह? कौन कौन गुजारेंगे? അതുകൊണ്ട് നബിമാരുടെ ചര്യ അനുസരിച്ച് ജീവിക്കാൻ എല്ലാവരും തയ്യാറല്ല ഇൻഷാ അല്ലാഹ്. 2 സബ്ജക്ട്സ് हो गए, 2 സബ്ജക്ട് പറഞ്ഞു. शॉर्ट में और 2 सब्जेक्ट्स बोल देता हूं. ഷോർട്ട് ആയിട്ട് അടുത്ത 2 കാര്യങ്ങൾ പറയാം. तीसरा सब्जेक्ट है आखिरत. മൂന്നാമത്തെ സബ്ജക്ട് എന്താണ് സഹോദരന്മാർ? ഇത് ആഖിറമാണ്. मौत के बाद की जिंदगी, മരണത്തിന് ശേഷമുള്ള ജീവിതം. मरना है, മരിക്കണം ഒരു ദിവസം. खुदा का इनकार करने वाला भी मौत का इनकार नहीं करता, അള്ളാഹുവിനെ നിഷേധിക്കുന്നവരും മരണത്തെ നിഷേധിക്കുന്നില്ല. लेकिन असल जिंदगी मरने के बाद की है. ശരിയായ ജീവിതം മരണത്തിന് ശേഷമാണ്. दुनिया प्लेस ऑफ एग्जामिनेशन है, ദുനിയാവ് എന്താണ്? പ്ലേസ് ഓഫ് എക്സാമിനേഷൻ ആണ്. आखिरत प्लेस ऑफ जजमेंट है. ആഖിർ എന്താണ്? പ്ലേസ് ഓഫ് ജഡ്ജ്മെന്റ് ആണ്. रोज नमाज സ്ഥാപിക്കുന്ന സ്ഥലമാണ്. रोज नमाज में पढ़ते हैं मालिकी यौमिद्दीन, എല്ലാ ദിവസവും നമ്മൾ നമസ്കാരത്തിൽ പറയും മാലിക്കി യൗമിദ്ദീൻ എന്ന് പറയും. ओनर ऑफ द डे ऑफ जजमेंट. ഓണർ ഓഫ് ദ ഡേ ഓഫ് ജഡ്ജ്മെന്റ്. यहाँ फैसले नहीं होंगे, ന്യായവിസ്താര ദിവസത്തിന്റെ ഉടമസ്ഥൻ നമ്മൾ സാധാരണ പറയാറുണ്ട്. एग्जामिनेशन के दिन रिजल्ट नहीं, एग्जामिनेशन के टाइम पर रिजल्ट नहीं, എക്സാമിനേഷന്റെ ദിവസം റിസൾട്ട് വരില്ല, എക്സാം നടക്കുന്ന സമയത്ത് റിസൾട്ട് വരില്ല, रिजल्ट के टाइम पर एग्जामिनेशन नहीं. റിസൾട്ടിന്റെ സമയത്ത് പരീക്ഷയുമില്ല. एग्जामिनेशन कैसे ही खत्म होगा, वेकेशन शुरू होगा. എക്സാമിനേഷൻ കഴിയുന്നതോടുകൂടി വെക്കേഷൻ തുടങ്ങും. एग्जामिनेशन के खत्म पर वेकेशन होगा ना. എക്സാമിനേഷൻ കഴിയുന്നതും വെക്കേഷൻ തുടങ്ങും. मौत पर ईमान वाले के लिए मजे शुरू हो जाएंगे. മരണത്തോടുകൂടി ഈമാനുള്ള മനുഷ്യൻ എന്താണ്? അവന് മസ തുടങ്ങുക, അവന്റെ ആസ്വാദനം തുടങ്ങുകയാണ്. फैसले वहां होंगे, തീരുമാനം ഉണ്ടാകുന്ന മുകളിൽ വെച്ചാണ്. दुनिया में फैसले नहीं होंगे. ദുനിയാവിൽ തീരുമാനം ഉണ്ടാകില്ല. दुनिया में इंसाफ हो ही नहीं सकता. ദുനിയാവിൽ ഒരിക്കലും നമുക്ക് നീതിയായിട്ട് പൂർണ്ണമായിട്ട് നടപ്പിലാക്കാൻ സാധിക്കില്ല. एक एग्जाम्पल देता हूं. ഞാനൊരു ഉദാഹരണം പറയാം. एक आदमी ने एक आदमी का कत्ल किया, मर्डर किया, ഒരാളെ കൊന്നു, और पकड़ा गया, അയാൾ പിടിക്കപ്പെട്ടു. and his crime was proved in the court of law. അയാളുടെ കുറ്റകൃത്യം കോടതിയിൽ തെളിയിക്കപ്പെട്ടു. बोलो क्या पनिशमेंट देंगे? അയാൾക്ക് എന്ത് പണിഷ്മെന്റ് കൊടുക്കാൻ പറ്റും? बोलो क्या पनिशमेंट देंगे? എന്താണ് കൊടുക്കുക? जी, എന്ത് കൊടുക്കും? hang him to death. Hang him to death. हो गया? इंसाफ हो गया? ഇത് നീതിയാണോ? इंसाफ हुआ ना? നീതിയായി. जस्टिस हैज बीन डन. അയാളുടെ മേൽ എന്താണ്? അയാളുടെ ചെയ്ത കുറ്റകൃത്യത്തിന് നീതി നടപ്പിലാക്കി. एक आदमी ने 1000 आदमियों को कत्ल किया, ഒരാള് 1000 പേരെ കൊന്നു, वो भी पकड़ा गया, അയാളെ പിടിക്കപ്പെട്ടു, and his crime was proved. അയാളുടെ കുറ്റകൃത്യവും തെളിയിക്കപ്പെട്ടു. तो इसे क्या पनिशमेंट देंगे? അയാൾക്ക് എന്താണ് പണിഷ്മെന്റ് കൊടുക്കുക? क्या पनिशमेंट देंगे? എന്ത് ചെയ്യാൻ പറ്റും? 1000 പീസസ് करेंगे. അയാൾ 1000 പീസാക്കാൻ പറ്റും. क्या करेंगे? എന്ത് ചെയ്യാൻ പറ്റും? कितनी मरतब? എത്ര പ്രാവശ്യം കൊല്ലാൻ പറ്റും? तो दुनिया में जस्टिस, crimes are different but the punishment is same. Intensity of crime is different but the intensity of punishment is same. आखिरत में अल्लाह वो जिंदगी देंगे जहां पर मौत नहीं होगी. അതുകൊണ്ട് സഹോദരന്മാരെ, സാധാരണ മനുഷ്യർ ഭൂമിയിൽ ചെയ്ത പ്രവൃത്തികൾക്ക് അതിന്റെ പ്രതിഫലം ഭൂമിയിൽ പൂർണ്ണമായിട്ട് ശിക്ഷ നടപ്പിലാക്കാൻ സാധിക്കില്ല. കാരണം അവന്റെ കുറ്റകൃത്യം എത്ര കൂടുതലാണെങ്കിലും അവന് ഒരു പ്രാവശ്യം മാത്രമേ കൊല്ലാൻ സാധിക്കുള്ളൂ. പക്ഷെ ആഖിറത്തിൽ എന്താണ്? മരണത്തിന് മരണം സംഭവിച്ചു, മരണമില്ല. അതുകൊണ്ട് അവന്റെ കുറ്റകൃത്യത്തിനനുസരിച്ച് അല്ലാഹു തആല ശിക്ഷിക്കുന്നതാണ്. ومن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة ذرة कहते हैं इक्वल टू द साइज ऑफ ए पार्टिकल. एग्जाम्पल देने के लिए कहते हैं, जब वो खिड़की में से सूरज की रोशनी पड़ती है ना, तो कुछ पार्टिकल्स उस सूरज की रोशनी में उड़ते हुए नजर आते हैं, उसको कहते हैं पार्टिकल. उतना बराबर गुड करेगा तो उसका रिवार्ड दिया जाएगा, और उतना बराबर ईविल करेगा तो उसका पनिशमेंट होगा. അതുകൊണ്ട് സഹോദരന്മാരെ, ഖുർആൻ ശരീഫിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. ദർറ എന്ന് പറയുന്നത് എന്താണ്? ഒരു പാർട്ടിക്കൽ. സാധാരണ രാവിലെ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് അതിന്റെ കിരണങ്ങളുടെ കൂട്ടത്തിൽ പൊടി വരും. ഈ ചെറിയൊരു പൊടിയുടെ അംശം
അത്രയെങ്കിലും നന്മയുണ്ടെങ്കിൽ അതും അവൻ കാണുക തന്നെ ചെയ്യും, അത്രയെന്നെ തിന്മയുണ്ടെങ്കിൽ അതിന്റെ ശിക്ഷയും അവൻ കാണുക തന്നെ ചെയ്യും. All the data is being recorded. എല്ലാ ഡാറ്റയും റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. Or everything will be retrieved. ആ മുഴുവൻ ഡാറ്റകളെയും നാളെ അല്ലാഹു തആല सब കൊണ്ടുവരും. record हो रहा है, सब എല്ലാം റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. माली हाजल किताब. മാലി ഹാദൽ കിതാബ്, എന്തൊരു കിതാബാണ്. ये कैसा चिप है, इंसान कहेगा ये कैसा चिप है. മനുഷ്യൻ ചോദ്യം എന്തൊരു ചിപ്പാണ്. इसने छोटी को भी नहीं छोड़ा, बड़ी को भी नहीं छोड़ा. ഇതിൽ ചെറുതും വിട്ടിട്ടില്ല വലുതും വിട്ടിട്ടില്ല. आदमी का वीडियो रिकॉर्ड हो रहा है, वीडियो रिकॉर्ड हो रहा है. ഒരു മനുഷ്യന്റെ മുഴുവൻ പ്രവർത്തനങ്ങളുടെയും വീഡിയോ റെക്കോർഡിംഗ് നടക്കുകയാണ്. आपके फोन में जो वीडियो रिकॉर्डिंग होता है वो कितने जीबी का होता है? നിങ്ങളുടെ ഫോണിൽ സാധാരണ വീഡിയോ റെക്കോർഡിംഗ് നടക്കാറുള്ളത് എത്ര GB ആണത്? कितने जीबी का होता है? എത്ര GB ആണ്? 100 GB? 100 GB ആണ്. എത്ര GB? कितने जीबी का पता नहीं. അറിയില്ല എത്രയാണ് ഫോണിലെ മെമ്മറി. कितने कितने हजार वीडियोस उसमें आ सकते हैं, लेकिन अल्लाह ने ऐसा चिप बनाया है पूरी जिंदगी का वीडियो अल्लाह रिकॉर्ड कर रहा है. സോറി, ഫോണിൽ എത്ര വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബോഡിയിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന ആ ചിപ്പ് എന്ന് പറയുന്നത് ജീവിതത്തിലെ മുഴുവൻ വീഡിയോസും റെക്കോർഡ് ചെയ്യപ്പെടും. वो चिप उठाकर अल्लाह क़यामत के दिन दे देंगे, किताब दे देंगे और अल्लाह कहेंगे तू खुद देख ले और तू खुद फैसला कर ले जन्नत में जाने के काबिल है कि जहन्नम में जाने के. നാളെ മഹ്ശറിൽ വെച്ച് ഈ ചിപ്പ് എടുക്കും, ഈ കിതാബ് എടുക്കും, അത് നമുക്ക് നൽകും. എന്നിട്ട് പറയും നിന്റെ ജീവിതത്തിലെ മുഴുവൻ പ്രവർത്തനങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, നീ നോക്കിൻ, നീ തന്നെ തീരുമാനിക്കൻ, നീ സ്വർഗത്തിലേക്കാണോ പോകുന്നത് അല്ല നരകത്തിലേക്കാണോ പോകുന്നത്. मा यल्फिज़ु मिन क़ौलिन इल्ला लदैहि रक़ीबुन अतीद. आदमी की जुबान से कोई लफ्ज निकलता है, दूसरे के कान में जाने से पहले रक़ीब और अतीद उसे रिकॉर्ड कर लेते हैं. ഒരു മനുഷ്യന്റെ നാവിൽ നിന്ന് ഉരുവിടുന്ന വാക്കുകൾ അത് മറ്റൊരുത്തന്റെ ചെവിയിലേക്ക് പോകുന്നതിന് മുമ്പ് റഖീബ് അതീദ് അലൈഹിസ്സലാം അത് റെക്കോർഡ് ചെയ്തു കഴിഞ്ഞു. मेरे दोस्तों बुजुर्गों, क़यामत है. അതുകൊണ്ട് സുഹൃത്തുക്കളെ ഖിയാമത്ത് ഉണ്ട്. उसकी तैयारी के लिए अल्लाह ने हमें दुनिया में भेजा है. അതിന്റെ തയ്യാറെടുപ്പിന് വേണ്ടിയാണ് अल्लाह फिर से जिंदा करेंगे, फिर से हिसाब लेंगे. അല്ലാഹു തആല വീണ്ടും നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കും, എന്നിട്ട് നമ്മുടെ മേൽ നടപടികൾ സ്വീകരിക്കും. पूरे कुरान में आखिरत को अल्लाह ने खोला है. അതുകൊണ്ട് മുഴുവൻ ഖുർആൻ ശരീഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. पढ़ के देखो कुरान में कैसे आखिरत का अल्लाह ने मंजर खोला है. സുഹൃത്തുക്കളെ നിങ്ങൾ വായിച്ചു നോക്കിൻ ഖുർആൻ ശരീഫ്, അതിൽ മനസ്സിലാക്കാൻ സാധിക്കും ആഖിറത്തിന്റെ ഘട്ടങ്ങളെ കുറിച്ച് അല്ലാഹു തആല എങ്ങനെയാണ് വിവരിച്ചിരിക്കുന്നത്. तो ये 3 सब्जेक्ट्स हैं. അതുകൊണ്ട് ഈ 3 സബ്ജക്റ്റ് ആയി. और चौथा सब्जेक्ट जो कुरान में है वो नबियों के वाकयात हैं जो दुनिया के इंसानों को जाकर ये 3 कॉन्सेप्ट्स समझाते थे. നാലാമത്തെ വിഷയം സഹോദരന്മാരെ പിന്നെ ഉള്ളത് എന്താണ്? ഈ 3 കാര്യങ്ങൾ ഇത് ജനങ്ങളോട് നബിമാര് എങ്ങനെ പോയി ചെന്ന് പറഞ്ഞു, ഈ കാര്യത്തെ കുറിച്ചുള്ള വർണ്ണനകളാണ് പിന്നെ ഖുർആൻ ശരീഫിലുള്ളത്. सारे नबियों की दावत है. മുഴുവൻ നബിമാരുടെ ദാവത്തും अल्लाह की इबादत करो, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യിൻ, नबी की इताअत करो, നബിമാരെ അനുസരിക്കിൻ, आखिरत की तैयारी करो. ആഖിറത്തിന് വേണ്ടി തയ്യാറെടുക്കിൻ. आखिरत आने वाली है. ആഖിറത്ത് വരാൻ വേണ്ടി പോകുന്നു. सब नबियों ने इसी की दावत दी. എല്ലാ നബിമാരും ഇതേ ദാവത്താണ്. कोई नबी की दावत अलग अलग नहीं थी. ഒരു നബിമാരുടെ ദാവത്ത് വ്യത്യസ്തമായിരുന്നില്ല. 1,24,000 अंबिया ने आकर इसी की दावत दी. 1,24,000 നബിമാർ ഈ ഭൂമിയിൽ വന്നിട്ട് പറഞ്ഞത് ഇത് തന്നെയാണ്. तो तबलीग की मेहनत है, नबियों की मेहनत. തബ്ലീഗിന്റെ പരിശ്രമം നബിമാരുടെ പരിശ്രമമാണ്. आप कहेंगे नबी काफिरों को जाके दावत देते थे, तुम तो मुसलमानों को दावत देते हो. അപ്പൊ നിങ്ങൾ പറയും നബിമാര് പോയിട്ട് കാഫിരീങ്ങളാണ് ദാവത്ത് ചെയ്തത്, നിങ്ങൾ ദാവത്ത് ചെയ്യുന്ന മുസ്ലിമീങ്ങളെയാണ്. मुसलमानों को दावत देने के लिए भी नबी आए हैं. മുസ്ലിമീങ്ങളെ ദാവത്ത് ചെയ്യാൻ വേണ്ടി നബിമാര് വന്നിരുന്നു. बनी इस्राइल में 10,000 नबी आए. ബനി ഇസ്രായേൽ സമൂഹത്തിലേക്ക് 10,000 നബിമാര് വന്നു. वो सब बिगड़े हुए मुसलमानों को सुधारने के लिए आए. അത് മുഴുവൻ വന്നത് അവര് ചീത്തയായിപ്പോയ മുസ്ലിമീങ്ങളെ നേരെയാക്കാൻ വേണ്ടിയായിരുന്നു. बिगड़े हुए मुसलमानों को. വഴിതെറ്റിപ്പോയ वो മുസ്ലിം, तो नबी की औलाद थी, वो मुसलमान थे. അവര് നബിമാരുടെ മക്കളാണ്, മുസ്ലിമീങ്ങളാണ്. बिगड़े हुए പക്ഷെ मुसलमान. എന്താണ് അവര് വഴിതെറ്റിപ്പോയി. बिगड़ी हुई चीज को सुधारना आसान नहीं. വഴിതെറ്റിപ്പോയ ആൾക്കാരെ ശരിയാക്കൽ അത്ര എളുപ്പമല്ല. अभी हम अमेरिका जाके आए जमात में. നമ്മളിപ്പോ ജമാഅത്ത് അമേരിക്കയിൽ പോയിട്ട് വന്നു. वहाँ हमारे कर्नाटक का एक नौजवान, वो नौ मुस्लिम, നമ്മുടെ കർണാടകയിൽ ഒരു ചെറുപ്പക്കാരൻ പുതിയ മുസ്ലിം അവിടെ ഉണ്ട്. वो उससे मुलाकात हुई वहाँ पर. ഞങ്ങൾ അവിടെ പോയി അദ്ദേഹത്തെ കണ്ടു. परफ्यूम का बिजनेस करता है. അദ്ദേഹത്തിന് പെർഫ്യൂമിന്റെ ബിസിനസ് ആണ്. तो वो 2012 में मुसलमान हुआ. 2012 മുസ്ലിം ആയത്. वो 2018 में हमारे साथ चिल्ला लगाया था. 2018 നമ്മുടെ കൂട്ടത്തിൽ 40 ദിവസം പോയിരുന്നു. तो उस वक्त उसने कहा अब तक 350 लोग मेरे हाथ में इस्लाम में दाखिल हो गए. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു ഞാൻ കാരണം 350 പേര് മുസ്ലിമീങ്ങളായി. फिर वो आगे कहने लगा 2 मिनट में मैं एक गैर मुस्लिम को इस्लाम में दाखिल कर सकता हूं, उतना एक्सपीरियंस मुझे आ गया है. लेकिन 2 साल मेरे दोस्त को
मस्जिद के अंदर लाकर नमाज पढ़ाने में लग गए। അപ്പൊ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, എനിക്ക് 2 മിനിറ്റ് കൊണ്ട് ഒരു അമുസ്ലിമിനെ മുസ്ലിമാക്കാൻ സാധിക്കും, ആ രീതിയിലുള്ള എക്സ്പീരിയൻസ് എനിക്കുണ്ട്. പക്ഷെ എൻ്റെ ഒരു കൂട്ടുകാരന്റെ, മുസ്ലിമായ കൂട്ടുകാരൻ 2 വർഷം എടുത്തു ഞാൻ അവനെ പള്ളിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി. बिगड़े हुए मुसलमान को दुरुस्त करना आसान काम नहीं है। ഉണ്ട് വഴിതെറ്റിപ്പോയ മുസ്ലിമീങ്ങളെ ശരിയാക്കൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. देखो भाई, आप 2 मीटर कपड़ा ले जाके टेलर के पास दे दो, कटिंग फिटिंग अच्छी करके दो, तो टेलर 2 मिनट में आपका स्टिचिंग फिटिंग करके दे देगा, आपको खुश हो जाएंगे आप। നിങ്ങൾ 2 മീറ്റർ ഒരു തുണി കൊണ്ടുപോയിട്ട് ടൈലറോട് പറയാണ് ഇത് ഒരു ഷർട്ടോ ജുബ്ബയാക്കി തരാന്ന് പറഞ്ഞാൽ ടപ്പ് ടപ്പ് മുറിച്ച് 2 മിനിറ്റ് കൊണ്ട് ശരിയാക്കി തരാൻ സാധിക്കും. किसी टेलर को जाकर कहो, देखो ये मेरा शर्ट है ना थोड़ा टाइट हो गया है, इसको जरा आल्टर करके दे दो, तो टेलर क्या कहेगा, ये मुश्किल काम है, मैं करने के लिए तैयार नहीं हूं। പക്ഷെ നിങ്ങൾ ഒരു ഷർട്ട് കൊണ്ടുപോയിട്ട് ടൈലറോട് പറയരുത് കുറച്ച് ടൈറ്റ് ആയി പിന്നെ ഓൾട്ടർ ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ ടൈലർ പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. तो दावत मेरे दोस्तों, ये पूरी उम्मत इसके जिम्मे दावत है। അതുകൊണ്ട് മുഴുവൻ ഉമ്മത്തിന്റെ മുകളിലും ദാവത്ത് ഉത്തരവാദിത്തമാണ്. लेकिन शुरू कहां से करेंगे? शुरू मुसलमानों से करेंगे। പക്ഷെ നമ്മൾ തുടങ്ങുന്നത് മുസ്ലിമീങ്ങളിൽ നിന്നാണ്. तो इस दावत के काम को सीखना पड़ेगा। അതുകൊണ്ട് സഹോദരന്മാരെ, ദാവത്തിന്റെ പരിശ്രമം നമ്മൾ ഓരോരുത്തരും പഠിക്കണം. शुरू देखो ना, अजान होती है ना, अजान में क्या है? बांग में क्या है? कलमा और नमाज, 2 ही चीजें हैं, कलमा और नमाज। अशहदु अल्ला इलाहा इल्लल्लाह, अशहदु अन्न मुहम्मद रसूलुल्लाह, हय्या अलस सलाह, हय्या अलल फलाह, अल्लाहु अकबर, ला इलाहा इल्लल्लाह। 2 ही चीजें हैं, कलमा और नमाज। സാധാരണ നമ്മൾ ബാങ്ക്, ആ ബാങ്കിനകത്ത് 2 കാര്യങ്ങളാണ്, ഒന്ന് കലിമ, പിന്നെ ഒന്ന് നിസ്കാരം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, ഹയ്യ അലസ് സലാഹ്, ഹയ്യ അലൽ ഫലാഹ്, പിന്നെ അല്ലാഹു അക്ബർ, അല്ലാഹുവിന്റെ വലിപ്പം. ഈ 2 കാര്യങ്ങൾ नमाज के खत्म पर क्या दुआ करते हैं? ബാങ്ക് के खत्म पर, अजान के खत्म पर क्या दुआ करते हैं? ബാങ്കിന് ശേഷം നമ്മൾ പറയുന്ന ദുആ എന്താണ്? അല്ലാഹുമ്മ റബ്ബ ഹാസിഹി ദഅവതി താമ്മ, പരിപൂർണമായ ദാവത്ത്. ये कंप्लीट दावत है। അതുകൊണ്ട് നമ്മൾ പറയുന്ന ദുആ എന്താണ്? ഇത് പരിപൂർണമായ ദാവത്താണ്. कलमा नमाज की दावत कंप्लीट दावत है। കലിമയും നമസ്കാരത്തിലേക്കുള്ള ദാവത്ത് അത് പരിപൂർണമായ ദാവത്താണ്. तो नियत करो, हम भी दावत देंगे इंशाअल्लाह। നമ്മൾ എല്ലാവരും നിയത്ത് ചെയ്യും, നമ്മളും ദാവത്ത് ചെയ്യും. देंगे दावत इंशाअल्लाह। എല്ലാവരും ദാവത്ത് ചെയ്യൂലേ ഇൻഷാഅല്ലാഹ്. अपने अपने काम में, अपने अपने डिपार्टमेंट्स में, अपने अपने कॉलेजेस एंड स्कूल्स में दीन के दाई बन करके रहे। അതുകൊണ്ട് നിങ്ങൾ എവിടെയാണോ ഉള്ളത്, നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ്സിൽ, നിങ്ങളുടെ സ്കൂൾസിൽ, നിങ്ങളുടെ കോളേജസിൽ, അവിടെ നിങ്ങൾ ദാവത്തിന്റെ പരിശ്രമം ചെയ്യും. If you invite, you will never get invited. നിങ്ങൾ ഇൻവൈറ്റ് ചെയ്താൽ, ആൾക്കാരെ ക്ഷണിച്ചാൽ നിങ്ങൾ ക്ഷണിക്കപ്പെടുകയില്ല. You will not be invited. दावत का खासा है कि दाई महफूज रहता है. ദാവത്തിന്റെ പരിശ്രമത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ദായി ക്ഷണിക്കുന്ന ആൾ എപ്പോഴും മഹ്ഫൂസ് ആയിരിക്കും, സംരക്ഷിക്കപ്പെടും. दावत देने वाला दूसरों की दावत का असर नहीं लेता. ദാവത്ത് ചെയ്യുന്ന ആളുടെ, അയാളുടെ മേൽ മറ്റുള്ളവരുടെ ദാവത്ത് അസർ ചെയ്യുകയില്ല. मिसाल के तौर पर मेरे घर में शादी है, എന്റെ വീട്ടിൽ കല്യാണമുണ്ട്, ഉദാഹരണത്തിന് मेरी बेटी की शादी है, എന്റെ മകളുടെ കല്യാണം, इनकी बेटी की भी शादी है, എന്റെ മകളുടെ കല്യാണമുണ്ട്. हम दोनों पुराने दोस्त हैं. നമ്മൾ രണ്ടുപേരും പഴയ കൂട്ടുകാരാണ്. मैंने पहल किया, डॉक्टर साहब मेरी बेटी की शादी है, आपको जरूर आना चाहिए। 24 फरवरी को मेरी बेटी की शादी है और उसी वक्त इनकी भी बेटी की शादी है। मैंने पहले दावत दे दिया तो ये दावत दे सकेंगे? ഡോക്ടറുടെ മകളുടെ കല്യാണം, എന്റെ മകളുടെ കല്യാണമാണ്. ഇപ്പൊ ഡോക്ടർ സാഹിബ് ആദ്യം എന്നെ കണ്ടപ്പാട് പറഞ്ഞു, ഡോക്ടർ സാഹിബ് എന്റെ മകളുടെ കല്യാണം ഫെബ്രുവരി 24 ഉണ്ട്, നിങ്ങൾ എന്തായാലും പങ്കെടുക്കണം അദ്ദേഹം എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അങ്ങോട്ട് പറയാൻ പ്രയാസമായിരിക്കും. अच्छा आपकी बेटी की है, मेरी बेटी की भी है, डीली पड़ जाएगी इनकी दावत, इसलिए कि मैंने दावत पहले दे दी. അപ്പൊ ഞാൻ എന്താ പറയാ, ഓ നിങ്ങളുടെ മകളുടെ കല്യാണം അല്ലേ, എന്റെ മകളുടെ കല്യാണം അന്ന് തന്നെയാണെന്ന് എനിക്കുണ്ടാവില്ല, അതിലൊരു വോയിസ് ഉണ്ടാവില്ല. കാരണം അദ്ദേഹം ദാവത്തിൽ ആദ്യം എന്നോട് ദാവത്ത് ചെയ്തു. हक की दावत देंगे, बातिल असर नहीं करेगा. അതുകൊണ്ട് സഹോദരന്മാരെ, ഹക്കിന്റെ ദാവത്ത് ചെയ്ത് കഴിഞ്ഞാൽ ബാത്തിൽ അതിന്റെ മുകളിൽ പിന്നെ ശക്തി ഉണ്ടാവില്ല. ईमान की दावत देंगे, कुफ्र असर नहीं करेगा. ഈമാന്റെ ദാവത്ത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുഫ്ർ അത് പ്രതിഫലിക്കില്ല. हया की दावत देंगे, मोडेस्टी की दावत देंगे, तो आज सोसाइटी में जो इमोडेस्टी और वल्गैरिटी है उसका असर हमारे दिलों पर नहीं. നമ്മൾ ഹയായുടെ, മോഡസ്റ്റിയുടെ, ലജ്ജയുടെ ദാവത്ത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇന്ന് സമൂഹത്തിൽ പരന്നുകൊണ്ടിരിക്കുന്ന ലജ്ജയില്ലായ്മ നമ്മുടെ മേൽ അസർ ചെയ്യില്ല. हया ईमान का एक अहम शोबा है. ईमान के 70 से ज्यादा ब्रांचेस हैं, उसमें एक इंपॉर्टेंट ब्रांच वो मोडेस्टी है, हया है. സഹോദരന്മാരെ, ലജ്ജ എന്ന് പറയുന്നത്, മോഡസ്റ്റി എന്ന് പറയുന്നത് അത് ഈമാന്റെ ഭാഗമാണ്.
ദീനിൽ 70 ഭാഗങ്ങളുണ്ട്, ഈമാൻ 70 ഭാഗങ്ങളുണ്ട്. അതൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് ലജ്ജ എന്ന് പറയുന്നത്. इसके लिए भाई सब नियत करो, हम इंशाल्लाह दावत के काम को सीखेंगे എല്ലാവരും इंशाल्लाह। ഇൻഷാല്ലാഹ് നമ്മൾ ദാവത്തിന്റെ പരിശ്രമം ചെയ്യുമെന്ന് നിയ്യത്ത് ചെയ്യും. हमारे बड़े कहते हैं, स्टूडेंट से कहते हैं, कोर्स कंप्लीट करके जॉब में जाने से पहले 4 महीने लगाकर दावत का काम सीखो, पूरी जिंदगी दावत का काम करो। അതുകൊണ്ട് നമ്മുടെ മുതിർന്നവർ നമ്മോട് പറയുന്നത് എന്താണ്? നമ്മുടെ പഠനത്തിന് ശേഷം, കോഴ്സിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം? 4 മാസം അള്ളാഹുന്റെ മാർഗത്തിൽ പുറപ്പെട്ട് ഈ ദീനിന്റെ പരിശ്രമം പഠിക്കും, പിന്നെ ജീവിതകാലം മുഴുവൻ ദീനിന്റെ പരിശ്രമം ചെയ്യും. सीख कर करना पड़ेगा, പഠിച്ചിട്ട് ചെയ്യണം ഈ പരിശ്രമം. सीखे बगैर नहीं कर सकते। പഠിക്കാതെ ഈ പരിശ്രമം ചെയ്യാൻ സാധിക്കില്ല. थियरी किताब से सीख सकते हैं, प्रैक्टिकल लोगों के साथ रह के सीखना पड़ेगा। തിയറി കിതാബിൽ നിന്ന് പഠിക്കാൻ സാധിക്കും, പക്ഷെ പ്രാക്ടിക്കൽ ജനങ്ങളിൽ നിന്നാണ് പഠിക്കുന്നത്. हाँ बोलो भाई, स्विमिंग किताब से सीखेंगे, पानी में कूद के सीखेंगे। സ്വിമ്മിംഗ് പഠിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ബുക്ക് വായിച്ചാണോ സ്വിമ്മിംഗ് പഠിക്കുന്നത്, വെള്ളത്തിൽ ചാടിയിട്ടാണോ പഠിക്കുന്നത്? ऑनलाइन सीखेंगे स्विमिंग। സ്വിമ്മിംഗ് ഓൺലൈൻ പഠിക്കാൻ പറ്റുമോ? स्विमिंग ऑनलाइन, ഓൺലൈൻ സ്വിമ്മിംഗ്, सर्जरी ऑनलाइन, സർജറി ഓൺലൈൻ പഠിക്കുകയാണ്, स्टिचिंग ऑनलाइन, സ്റ്റിച്ചിങ് ഓൺലൈൻ ആണ്, पायलट की फ्लाइंग ऑनलाइन। പൈലറ്റിന്റെ ഫ്ലൈയിങ് ഓൺലൈൻ. हो सकेगा? ഇതെല്ലാം സംഭവിക്കുമോ? ऑनलाइन आदमी थियरी सीखता है, प्रैक्टिकल लोगों के साथ रह करके सीखता है। തിയറി ഓൺലൈൻ ആണ് പഠിക്കുന്നതെങ്കിൽ, പ്രാക്ടിക്കൽ അല്ലെങ്കിൽ കിതാബിൽ നിന്നാണ് തിയറി പഠിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രാക്ടിക്കൽ ജനങ്ങളിൽ നിന്നാണ് പഠിക്കുന്നത്. इसीलिए किताबुल्लाह के साथ रसूलुल्लाह को भेजा। അതുകൊണ്ടാണ് സഹോദരന്മാരെ കിതാബുള്ള, അള്ളാഹുന്റെ കിതാബിനോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മളിലേക്ക് അയക്കപ്പെട്ടിരിക്കുന്നു. सहाबा रसूलुल्लाह के प्रेजेंस में सीखे और बाद वाले सहाबा के प्रेजेंस में सीखे। സഹാബാക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാന്നിധ്യത്തിലാണ് പഠിച്ചെങ്കിൽ പിന്നീട് വന്ന ആൾക്കാർ സഹാബാക്കളിൽ നിന്നാണ് പഠിച്ചത്. सीख के दुनिया में जाएंगे, പഠിച്ചിട്ടാണ് ഭൂമിയിലേക്ക് ഇറങ്ങുന്നത്. दुनिया छोड़ना नहीं है, ദുനിയാവ് ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല. दुनिया करना सीखना है। ദുനിയാവിൽ നമ്മൾ എങ്ങനെയാണ് പരിശ്രമിക്കണമെന്ന് പഠിക്കണം. स्विमिंग सीख कर समंदर में कूदेंगे तो डूबेंगे नहीं, സ്വിമ്മിംഗ് പഠിച്ച് സമുദ്രത്തിൽ എടുത്ത് ചാടിയാലും മുങ്ങിപ്പോവുകയില്ല, बल्कि डूबते हुए को बचा के लाएंगे പിന്നെന്ത് ചെയ്യാൻ സാധിക്കും? മുങ്ങുന്ന ആളെ രക്ഷപ്പെടുത്താൻ സാധിക്കും. और अंदर जाके डीप डाइविंग करके हीरे मोती लेके आएंगे। പിന്നെ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഡീപ് ഡൈവിംഗ് ചെയ്ത് സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നിന്ന് മുത്തുകളും പവിഴങ്ങളും വാരാൻ സാധിക്കും. तो दावत का काम सीख लेंगे, फिर इंशाल्लाह दुनिया में डूबेंगे नहीं, बल्कि डूबते हुए को बचा के लेके आएंगे। അതുകൊണ്ട് ദീനിന്റെ ദാവത്തിന്റെ പരിശ്രമം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭൂമിയിൽ നമ്മൾ മുങ്ങിപ്പോവില്ല, പക്ഷെ അതിന് പകരം മുങ്ങുന്ന ആൾക്കാരെ രക്ഷപ്പെടുത്താൻ വേണ്ടി സാധിക്കും. हमसे अच्छे अच्छे लोग दुनिया में बहुत हैं, നമ്മളെക്കാൾ എത്രയോ നല്ല നല്ല ആൾക്കാർ ഭൂമിയിലുണ്ട്. हीरे हैं हीरे। അവരെല്ലാം മുത്തുകളാണ്, പവിഴങ്ങളാണ്. हीरे हैं, लेकिन दुनिया के कीचड़ में पड़े हुए हैं। പക്ഷെ ഭൂമിയുടെ ചളിക്കുണ്ടിൽ അവർ പെട്ടുപോയി. जरा उनको लेके आना, അവരെ കുറച്ചൊന്ന് കൊണ്ടുവരണം. इस पाकीज़ा माहौल में 1 गिलास पानी डालो तो वो हीरा फिर से चमकने लगता പിന്നെ है। ഈ നല്ലൊരു മാഹുലിൽ കൊണ്ടുവന്ന് ഒരു ഗ്ലാസ് വെള്ളം അതിന് മുകളിൽ ഒഴിച്ചു കഴിഞ്ഞാൽ അവരുടെ ആ മുത്ത് തിളങ്ങാൻ തുടങ്ങും. तो इसके लिए नियत करो, अपने अपने डिपार्टमेंट्स में इंशाल्लाह प्रैक्टिसिंग मुस्लिम बन के रहेंगे और इंशाल्लाह इनवाइटिंग मुस्लिम बन के रहेंगे। അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നിയത്ത് ചെയ്യുന്ന സഹോദരന്മാരെ, നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ്സിൽ, നിങ്ങളുടെ കോളേജുകളിൽ നമ്മൾ എന്ത് ചെയ്യും? പ്രാക്ടീസിങ് മുസ്ലിം ആയിട്ട്, ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന മുസ്ലിമായിട്ട്, ദാവത്ത് ചെയ്യുന്ന ഇൻവൈറ്റിംഗ് മുസ്ലിമായിട്ട് നമ്മൾ ഓരോരുത്തരും കഴിഞ്ഞുകൂടാൻ വേണ്ടി ഇൻഷാ അല്ലാഹ്. एक है नॉन मुस्लिम, ഒന്ന് നോൺ മുസ്ലിം ആണ്, एक है नॉन प्रैक्टिसिंग मुस्लिम, മറ്റൊന്ന് നോൺ പ്രാക്ടീസിംഗ് മുസ്ലിം ആണ്, कल्चरल मुस्लिम्स। കൾച്ചറൽ മുസ്ലിംസ്. एक है प्रैक्टिसिंग मुस्लिम्स ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്ന മുസ്ലിം, और एक है प्रैक्टिसिंग प्रीचिंग एंड इनवाइटिंग मुस्लिम्स। മറ്റൊന്ന് പ്രാക്ടീസിംഗ് പ്രീച്ചിങ് ഇൻവൈറ്റിംഗ് മുസ്ലിം. फर्स्ट रैंक के मुस्लिम, അവരാണ് ഫസ്റ്റ് റാങ്ക് മുസ്ലിമീങ്ങൾ. बोलो बनेंगे इंशाल्लाह। എല്ലാവരും തയ്യാറല്ല? ഇൻഷാ അല്ലാഹ്. प्रैक्टिसिंग प्रीचिंग एंड इनवाइटिंग मुस्लिम्स कौन कौन बनने के लिए तैयार हैं? जरा हाथ उठाओ। പ്രാക്ടീസ് ചെയ്യുന്ന, പ്രീച്ച് ചെയ്യുന്ന, ഇൻവൈറ്റ് ചെയ്യുന്ന മുസ്ലിം ആയിട്ട്. तो उसके लिए कौन कौन 4 महीने तैयार हैं? खड़े होकर नाम लिखाओ, അതുകൊണ്ട് ആരൊക്കെയാണ് 4 മാസം തയ്യാറുള്ള ഇൻഷാ അല്ലാഹ് അവരുടെ കോഴ്സിന് ശേഷം खड़े होकर नाम लिखाओ जल्दी से। എഴുന്നേറ്റ് പേരുകൾ പറയും. എഴുന്നേറ്റ് നിൽക്ക് ഇൻഷാ അല്ലാഹ്. 4 മാസം खड़े हो जाओ, 4 महीने वाले എഴുന്നേറ്റ് നിൽക്ക് ഇൻഷാ അല്ലാഹ്. 4 മാസം കോഴ്സിന് ശേഷം चारों तरफ नाम लिखो, उधर भी कोई खड़े हो जाओ।